മഞ്ചേശ്വരം മുതൽ കളിയിക്കാവിള വരെ കേരളത്തിന്റെ ഓരോ വാർത്താ സ്പന്ദനവും. ഞാൻ കെ വി ബൈജു. നമസ്കാരം. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഒരുപാട് വാർത്തകളുള്ള ഒരു ദിവസമാണ്. അതിൽ ഏറ്റവും പ്രധാനം ഇന്ന് മുഖ്യമന്ത്രി 11 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ദീർഘനാളിന് ശേഷമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നത്. മുഖ്യമന്ത്രിക്ക് ജനത്തോട് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ADGPയുമായി ബന്ധപ്പെട്ട വിവാദമുണ്ട്, RSS കൂടിക്കാഴ്ചയുണ്ട്, തൃശ്ശൂർ പൂരം കലക്കിയ വിഷയമുണ്ട്, MLA അടക്കം ഉയർത്തിയ ആരോപണം, PV അൻവർ അടക്കം ഉയർത്തിയ ആരോപണം ഉണ്ട്. അതിലൊക്കെ മാധ്യമപ്രവർത്തകരുടെ ഒരുപാട് ചോദ്യങ്ങളുണ്ടാകും, മറുപടി പറയേണ്ടതുണ്ട്. മറ്റൊന്ന്, ഷിരൂരിൽ ദൗത്യം അത് ഇന്ന് കാര്യമായി ഉണ്ടായേക്കും എന്ന് പ്രതീക്ഷിക്കണം. അർജുൻ്റെ കുടുംബം അടക്കം അവിടെ ഷിരൂരിൽ എത്തിയിട്ടുണ്ട്. അവർക്ക് അറിയണം എന്താണ് അർജുന് സംഭവിച്ചത് എന്ന കാര്യത്തിൽ. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ US-ലാണ്. ക്വാഡ് ഉച്ചകോടിക്ക് വേണ്ടിയാണ് നരേന്ദ്രമോദി പോയിരിക്കുന്നത്. അതുപോലെ തന്നെ സെലൻസ്കീനെ കാണാനും സാധ്യതയുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം ഇസ്രായേൽ ആക്രമണം തിരിച്ചടിച്ചു. അതുപോലെ തന്നെ ഇസ്രായേലും പ്രത്യാക്രമണങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആക്രമണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്ന് സെപ്റ്റംബർ 21 ഇന്ന് ഇന്റർനാഷണൽ പീസ് ഡേ ആണ്. സമാധാന ദിവസമാണ്. സമാധാനത്തിലുള്ള ദിവസം. പക്ഷെ സമാധാനം ഇല്ല എന്നുള്ളതാണ്. അതെ, ഏത് നിമിഷവും ഒരു യുദ്ധം ഏത് ഭാഗത്തു നിന്നും ഇങ്ങനെ ആൾക്കാർ പ്രതീക്ഷിച്ചൊരു ഭീതിയിൽ ജീവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ലോകത്ത്. തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്റർനാഷണൽ പീസ് ഡേയിലാണ് കൂടുതൽ ആക്രമണങ്ങൾ പല ഭാഗങ്ങളിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് നിർണായകമാണ്. മറ്റൊന്ന്, നമുക്കൊരു പ്രധാനപ്പെട്ട അതിഥി കൂടി ഇന്നലെ ഒരു സിനിമ റിലീസായിരുന്നു. ബിജു മേനോനും അടക്കം അഭിനയിച്ച, ബിജു മേനോൻ നായകനായി അഭിനയിച്ച ചിത്രം, അതിൻ്റെ സംവിധായകൻ നമുക്കപ്പം അതിഥിയായി ചേരും. ഇതിനടക്കം ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഇന്ന് 11 മണിക്കാണ്. ADGP MR അജിത് കുമാറിനും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെ ഗുരുതര ആരോപണം നിലനിൽക്കെ മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കാണും. 11 മണിക്കാണ് വാർത്താ സമ്മേളനം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങിയിട്ടും MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കാത്തതിൽ മുന്നണിയിൽ അതൃപ്തി ശക്തമാണ്. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ അന്വേഷണ റിപ്പോർട്ട് വൈകുന്നതിലും CPIക്ക് പ്രതിഷേധമുണ്ട്. ഏതായാലും ഇത് ശക്തമായ പ്രതിഷേധം ഇന്നലെ CPI അറിയിച്ചിരുന്നു. ഇന്നലെ രാത്രി ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ തൃശ്ശൂർ പൂരത്തിലെ അന്വേഷണം ഉണ്ടായിട്ടില്ല എന്ന് വിവരാവകാശ പ്രകാരം ഒരു മറുപടി വന്നിരുന്നു. അത് വലിയ വിവാദമായിരുന്നു. കാരണം ഈ ഒരാഴ്ചക്കകം റിപ്പോർട്ട് പുറത്തുവിടുമെന്നാണ് മന്ത്രി പറഞ്ഞിരുന്നത്. പക്ഷേ വിവരാവകാശ നിയമപ്രകാരം പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ തൃശ്ശൂർ പൂര വിവാദത്തിൽ അന്വേഷണം ഉണ്ടായിട്ടില്ല എന്ന വിവരാവകാശ റിപ്പോർട്ട് പുറത്തുവിട്ടു. തുടർന്ന് അത് പുറത്തുവിട്ട ഉദ്യോഗസ്ഥരെതിരെ നടപടിയുണ്ടായി. അതും വലിയ വിവാദമായിരുന്നു. അങ്ങനെ സർക്കാർ അക്ഷരാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ. CPIയെ തണുപ്പിക്കണം. ഇന്നലെ ശക്തമായ ഭാഷയിലാണ് VS സുനിൽകുമാർ അടക്കം ഈ വിഷയത്തിൽ രംഗത്ത് വരികയും അവർ ഇതിൽ അന്വേഷണം വേണം എന്നും ആരാണ് കലക്കിയത് എന്ന കാര്യത്തിൽ വ്യക്തത വേണമെന്നും ആവശ്യപ്പെട്ടത്. സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിക്കണം എന്ന തൃശ്ശൂരിൽ ജയിച്ച സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആവശ്യപ്പെട്ടതും നമ്മൾ കണ്ടു. ഏതായാലും ഈ വിഷയത്തിലൊക്കെ മുഖ്യമന്ത്രിയുടെ മറുപടി നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെയാണ് മലയാള സിനിമയുടെ അമ്മ കവിയൂർ പൊന്നമ്മ വിടവാങ്ങിയത്. അമ്മവേഷങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന കവിയൂർ പൊന്നമ്മയുടെ സംസ്കാരം ഇന്ന് നടക്കും. ആലുവയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം നടക്കുക. രാവിലെ 9 മണി മുതൽ 12 മണി വരെ കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ടാകും. ഡാനിപ്പോൾ അല്പസമയത്തിനകം ചേരും. ഇന്നലെയാണ് ദീർഘകാലമായി ക്യാൻസർ രോഗബാധിതയായി ചികിത്സയിലായിരുന്നു കവിയൂർ പൊന്നമ്മ എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമുക്കിന്നലെ നമുക്കറിയാം മോഹൻലാലും കവിയൂർ പൊന്നമ്മയുമായുള്ള ബന്ധം നമുക്കറിയാം. മോഹൻലാൽ ആ വിയോഗത്തിൽ ഏറെ ദുഃഖാർത്തനായി അദ്ദേഹം ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റുണ്ട്. അമ്മയുടെ വിയോഗത്തിൻ്റെ വേദനയിൽ കുറിക്കുന്നതാണ് ഈ വാക്കുകൾ. പെറ്റമ്മയോളം സ്നേഹം കഥാപാത്രത്തിനും ഞാനെന്ന വ്യക്തിക്കും എക്കാലത്തും പകർന്നു തന്ന എൻ്റെ പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചി. മലയാളത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങൾ അമ്മയും മകനുമായിരുന്നു. എത്ര കാലം കഴിഞ്ഞാലും അമ്മയ്ക്ക് മകൻ തന്നെയാണ് എന്ന സത്യം വിളിച്ചോന്നുമായിരുന്നു. പല കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് ചിത്രങ്ങൾ പൊന്നമ്മ ചേച്ചിയോടൊപ്പം മകനായി അഭിനയിക്കേണ്ടി വന്നിട്ടില്ല എനിക്ക് ഒരിക്കലും. ജീവിക്കുക തന്നെയായിരുന്നു എന്നാണ് മോഹൻലാൽ. അദ്ദേഹം അഭിനയിച്ച സിനിമകളുടെ പേരുകളടക്കം, അതായത് ഹിസൈൻ സബ്ദുല്ലയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതെ, മകനെ എന്ന് വിളിച്ച് ഓടി വരുന്ന ഹിസൈൻ സബ്ദുല്ലയുടെ കഥാപാത്രം പോലെയായിരുന്നു ജീവിതത്തിൽ പൊന്നമ്മ ചേച്ചി. എനിക്കും വിതുമ്പുന്ന വാക്കുകൾ കൊണ്ട് ചേച്ചിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനാകുന്നില്ല. ഓർമ്മകളിൽ എന്നും ആ മാതൃസ്നേഹം നിറഞ്ഞു തുളുമ്പും എന്ന ഏറെ സങ്കടകരമായ വാക്കുകളാണ് മോഹൻലാൽ ഇന്നലെ തൻ്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, 9 മണിക്കാണ് പൊതുദർശനം.
മലയാളത്തിൻ്റെ അമ്മയാണ്, നിരവധി താരങ്ങൾ എത്തും അവിടെ. തയ്യാറെടുപ്പുകൾ പൊതുദർശനത്തിലുള്ളത് പൂർത്തിയായോ? രഞ്ജിത്ത്, പൊതുദർശനത്തിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. 9 മണി മുതൽ ഇവിടെ കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്നത് ചികിത്സയിലായിരുന്ന ലിസി ആശുപത്രിയിലാണ് ശരീരം സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിനുശേഷം ഇവിടെ നിന്ന് 9 മണിയോടുകൂടിയാണ് ഇവിടെ നിന്ന് 9 മണിക്ക് മുൻപ് 8:30 ഇവിടെ നിന്ന് ഭൗതിക ശരീരവുമായിട്ട് ഇവിടേക്ക് കളമശ്ശേരിയിലെ മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും. അതിന് ശേഷം അവിടെ 12 മണി വരെയായിരിക്കും പൊതുദർശനത്തിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. 12 മണി വരെയാണ് അതിനുള്ള ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കിയിരിക്കുന്നത്. ചലച്ചിത്ര താരങ്ങൾ അടക്കമുള്ളവർ എല്ലാവരും തന്നെ അവിടേക്കാണ് എത്തുന്നത്. അവിടെ ആണ് താരങ്ങൾ ഭൂരിഭാഗം പേരും അവിടെ എത്തിയാണ് അന്തിമോപചാരം അർപ്പിക്കുക എന്നാണ്. താരങ്ങൾ ഭൂരിഭാഗം പേരും ആലുവയിലേക്ക് കൊണ്ടുപോകും. 4 മണിക്കാണ് കണ്ടിരുന്നത്. നമുക്ക് ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കുന്നു. ഡാനി, തുടരാം. ഹലോ 9 മണിക്കാണ് ടൗൺ ഹാളിൽ പൊതുദർശനം. മലയാളത്തിലെ ഏതാണ്ട് 1000-1000 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ആദ്യം 700 എന്നായിരുന്നു നമ്മൾ കണക്ക് കൊടുത്തിരുന്നത്. പക്ഷേ കണക്ക് കൂട്ടുമ്പോൾ 1000-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അവർ ആ വേഷമുണ്ട്. ഭൂരിഭാഗവും അമ്മ വേഷങ്ങൾ. എല്ലാവരുടെയും തന്നെ സ്നേഹം നിറഞ്ഞു. നമ്മൾ പെട്ടെന്ന് ആ മലയാള സിനിമയിൽ ഒരു അമ്മ വേഷമെന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആ രൂപമെല്ലാം കവിയൂർ പൊന്നമ്മയാണ്. നമ്മളടക്കം എല്ലാവരും തന്നെ സിനിമകളിൽ തിയേറ്ററിനകത്ത് വീട്ടിൽ ഇതെല്ലാം തന്നെ സിനിമ കാണുമ്പോഴുള്ള മകനെയെന്നോ മകളെയെന്നോ എല്ലാം വാത്സല്യപൂർവമായ അവരുടെ ഒരു വിളിക്ക് ഒരുപക്ഷെ ആ പ്രേക്ഷക ലോകം എല്ലാവരും തന്നെ വളരെ സ്നേഹാനുഭൂതി ആ വിളി ഉള്ളിൽ കേട്ടിരുന്നിരിക്കാം. ആ ഒരു വിളി അതുപോലെ തന്നെ ഉൾക്കൊണ്ടിരിക്കാം. അത് തന്നെയാണ് ആ സിനിമാ ലോകത്ത് നിന്നെത്തുന്ന എല്ലാവരും തന്നെയും അവരുടെ ഒപ്പം സിനിമാ ലോകത്തുണ്ടായിരുന്ന എല്ലാവരും തന്നെ പങ്കുവയ്ക്കുന്നൊരു പൊതുവികാരവും അത് തന്നെയാണ്. ഇന്നലെ നടന്മാരായ മോഹൻലാലും മമ്മൂട്ടിയും എല്ലാം പങ്കുവച്ചതെല്ലാം അതേ സ്നേഹവായ്പോടെ അതേ അളവിൽ തന്നെയാണ് അവർ പങ്കുവയ്ക്കുന്നത്. എല്ലാവർക്കും അതേ പോലെ തന്നെ അമ്മയോടും തന്നെ വാത്സല്യമെല്ലാം പകർന്നു നൽകിയ ഒരാൾ തന്നെയാണ്. ആ സ്നേഹവാത്സല്യങ്ങൾ തിരികെ നൽകുന്നതിന് വേണ്ടിയാണ്, അവസാനമായി നൽകുന്നതിന് വേണ്ടി തന്നെയാണ് അവർ ഒന്നടങ്കം താരങ്ങളുടെ എല്ലാം നിറയുന്നത്. ഇവരോടുള്ള സ്നേഹവായ്പകളും എല്ലാം തന്നെയാണ്. കവിയൂർ പൊന്നമ്മയോടുള്ള ആ സ്നേഹവായ്പെല്ലാം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്നേഹിക്കുന്നവർ അതിനപ്പുറത്തേക്ക് അത്തരം അവർക്ക് ഉചിതമായ രീതിയിൽ അർഹമായ രീതിയിൽ തന്നെ സ്നേഹവായ്പകളോടെ യാത്ര പറയാനായിട്ട് ഈ പ്രേക്ഷക ലോകവും തയ്യാറെടുക്കുന്നത്. രഞ്ജിത്ത്, ഏതായാലും കവിയൂർ പൊന്നമ്മയുടെ പൊതുദർശനം ഇന്ന് 9 മണിക്ക് ആരംഭിക്കും. 9 മണിയോടുകൂടി അതെ, കളമശ്ശേരി ടൗൺ ഹാളിലാണ് പൊതുദർശനം. ഇപ്പോൾ ആശുപത്രിയിലാണ് ഭൗതിക ശരീരമുള്ളത്. മറ്റു വാർത്ത നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കർണാടകയിലെ ഷിരൂരിലേക്കാണ് പോകേണ്ടത്. അവിടെ ഓഗസ്റ്റ് 16-നാണ് അർജുനെ കാണാതായത്. അപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഇപ്പോഴും അങ്ങനെ ഒരു പ്രതീക്ഷ. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഏതാണ്ട് 2 മാസം പിന്നിടുകയാണ് ഈ സംഭവം നടന്നിട്ട്. അപ്പോൾ ഈ അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ, അർജുൻ എവിടെ എന്ന കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തതയില്ല. ഇന്ന് തിരച്ചിൽ കാര്യക്ഷമമായി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ഡ്രഡ്ജറടക്കം അവിടെ എത്തിച്ചിട്ടുണ്ട്. ഇന്നലെ ലോറിയുടെ ലോഹഭാഗങ്ങളും മറ്റും കണ്ടെടുത്ത സ്ഥലത്താണ് ഇന്ന് തിരച്ചിലുണ്ടാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കർണാടകയിലെ ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ നിർണായക ഘട്ടത്തിലേക്ക്. ഡ്രഡ്ജർ ഉപയോഗിച്ച് ഇന്നലെ നടത്തിയ പരിശോധനയിൽ ലോറിയുടെ ലോഹഭാഗങ്ങളും കയറും കണ്ടെത്തിയ സ്ഥലത്താണ് ഇന്നത്തെ തെരച്ചിൽ. മുങ്ങൽ വിദഗ്ധർ ഈശ്വർ മാൽപെ ഇന്ന് തെരച്ചിലിന് ഇറങ്ങിയിട്ടുണ്ട്. അർജുന്റെ കുടുംബത്തിന് നൽകിയ ഉറപ്പ് പാലിക്കാനായാണ് തെരച്ചിലിന് ഇറങ്ങിയതെന്ന് ഈശ്വർ മാൽപെ പറഞ്ഞു. നമുക്ക് നേരത്തെ ഒരു പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ടഗിൻ്റെ ആളെ കീഴെ പോയിട്ടെല്ലാം തേടുന്നെന്ന്. ഇപ്പം ഞാൻ പിന്നെ കേട്ടതെങ്ങ് പിന്നെ പെർമിഷൻ കിട്ടി. ഇന്ന് കാലിലെ 6 മണിക്ക് തുടങ്ങുമെന്ന് சொல்லி ഞാൻ 6 മണിക്ക് വന്ന് ഇപ്പോൾ ഞാൻ പ്രൈവറ്റിൽ വന്ന് ആ സൈഡിൽ இப்போ ட்ரெஸ்ஸர் ஆக்கணும் முன்னாடி நம்மளை அவ்வளோ கண்ட எண்ணங்கள் சிலிட்டான் என்ன இப்போ 60 ದಿವಸ 60 இப்போ எது பாடிங்கிற 60 ದಿವಸದಲ್ಲಿ எது மாம்ச கண்ட ஒன்று நிற்கதில்லை ஒன்று സിലിട്ടൻ. അതിനിപ്പോൾ കീഴെ പോയിട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പോയിട്ട് തേടും. പിന്നെ ആ സമയത്തിൽ അവരിപ്പോൾ ഡ്രഡ്ജറിൽ എടുക്കുന്ന സമയത്തിൽ നമ്മൾ വെളി സൈഡിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ വിസിബിലിറ്റി ഒക്കെ ആയിരിക്കും. പരവില്ല, നല്ലതായിട്ടുണ്ട്. ഇപ്പോൾ അത്ര സ്പീഡ് 1.0 അത്ര സ്പീഡിൽ വെള്ളമുണ്ട്. പിന്നെ വെള്ളം പിന്നെ ഇങ്ങനെ ക്ലിയർ ആയിട്ടുണ്ട്. നേവി മാർക്ക് ചെയ്ത പോയിന്റുകൾ തന്നെ കേന്ദ്രീകരിച്ചായിരിക്കും. നേവി മാർക്കാക്കിയത് 3 അവിടെ തന്നെ മേൽഭാഗത്തിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കില്ല ആ സൈഡ്. അത് മാർക്കിലെ ഒന്നുമില്ല, ഫുള്ള് മണ്ണലുണ്ട്.
മണ്ണിൽ പിന്നെ കല്ലുണ്ട്. ഇപ്പം ഞങ്ങളൊരു മെനഞ്ഞാന്ന് ഒരു മാർക്കാക്കിയിട്ടുണ്ട് കയറിൽ. ആ കയറിൽ ഇപ്പം ഇന്നലെ വന്ന് ട്രെജർ ആക്കിയ സമയത്തിൽ കയറി കിട്ടി. ആ കയർ അതേ സമയത്ത് അതിൽ അടിഭാഗത്തിലുണ്ടോ നോക്കുമെന്ന് ഇപ്പോൾ സംശയമുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാം മണ്ണുണ്ട്. ഇപ്പം നമ്മളെ കയ്യിലതുകൊണ്ട് അതിനകത്ത് അത് വന്ന് ഇപ്പോൾ ഈ അത് സൈഡങ്ങളിൽ ഇപ്പം നീര് എല്ലാം വിത്ത് ക്ലീൻ ആയിട്ട് സമയത്ത് ഒരു സൈഡങ്ങളിൽ വേറെ ഇപ്പം 3 ആളുണ്ട്. ഇപ്പോൾ അർജുൻ പിന്നെ ജഗന്നാഥ് പിന്നെ ലോകേഷ് അവരുടെ വേറെ ആളുടെ സെലിട്ടനാണ്ട് കിട്ടുമെന്ന് തേടാൻ പോകും. ഈ മാൽപ്പ കുടുംബം മാൽപ്പയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഉദ്ദേശത്തോട് തന്നെയാണോ? കണ്ടിപ്പായി. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ആ 3 വീട്ടുകാർക്ക് ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇപ്പോൾ കയ്യിൽ എത്ര ചെയ്യണോ അത്ര ഞങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ ബോഡി എടുക്കാനായില്ല എന്ന് പറഞ്ഞാൽ ബോഡി എവിടെ നിന്ന് കാണില്ല. അപ്പോൾ വെള്ളം ഒരുപാട് കളക്കിരുന്നു. ഇപ്പോൾ വെള്ളം ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലൈറ്റ് ഇട്ടിട്ട് കണ്ട് അടിഭാഗത്തെല്ലാം സിലിണ്ടറും കിട്ടി അവർക്കൊരു ലാസ്റ്റ് അവസാനം ಒಂದು സദ്ഗതി ಇಲ್ಲ അന്തിമ ക്രിയ ചെയ്യാനുണ്ടാവുക. അതിനായിട്ട് ഞങ്ങളിപ്പോൾ 6 ഗಂಟೆ വന്ന് ഇവിടെ ചെയ്യും. ഞാനിപ്പോൾ മുതലായി ഇപ്പോൾ ഇറങ്ങാൻ പോകും. ഇപ്പോൾ ഈ തെരച്ചിൽ മുഴുനീളം ഉണ്ടാവും അല്ല രാവിലെ മാത്രമാണോ എങ്ങനെയാണത്? ഇല്ല, ഞാനിപ്പോൾ വൈകുന്നേരം ഇവിടെ തന്നെ നിൽക്കും. പിന്നെ ഒരു 10 നാൾ അവർ വേലയാക്കാം. ആ 10 നാൾ ദിവസം അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നിന്നിട്ട് ആ തെരച്ചിൽ കാഴ്ചയാണ് ഞങ്ങൾ പണു. കെ വി ബൈജു വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ബൈജു, തിരച്ചിൽ ആരംഭിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. അർജുൻ മൽപ്പയുടെ സാന്നിധ്യം എന്നുള്ളത് പ്രധാന കാര്യമാണ്. മൽപ്പയെ ഔദ്യോഗികമായ നിർദ്ദേശം മൽപ്പയെ കിട്ടി എന്നാണോ മനസ്സിലാക്കേണ്ടത്? മറ്റേതൊക്കെ തലത്തിലാണ് ഇന്ന് നമ്മൾ കാര്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്? രഞ്ജിത്തെ 8 മണിയോടുകൂടി തന്നെ ഡ്രഡ്ജർ പ്രവർത്തിച്ചു തുടങ്ങും. ഇന്നലെ അരമണിക്കൂർ മാത്രമാണ് ഡ്രഡ്ജർ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ആ സമയത്ത് തന്നെ അർജുന്റെ ലോറിയുടെ ഈ കയറും അതിനുപയോഗിച്ചിരുന്ന കയറും ഒപ്പം ഒരു ലോഹഭാഗവും കണ്ടെത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നിർണായകമായ ഘട്ടം എന്ന് വേണം പറയാൻ. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഡ്രഡ്ജർ അത് കൃത്യം 8 മണിക്ക് പ്രവർത്തിക്കുമെന്നാണ് അവർ കമ്പനി അധികൃതർ കഴിഞ്ഞ സമയം തന്നെ വ്യക്തമാക്കിയിരുന്നത്. വൈകിട്ട് 6 മണി വരെ, അതായത് 10 മണിക്കൂറാണ് ഒരു ദിവസം ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുക എന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് 3 ദിവസത്തേക്കാണ് നിലവിൽ കരാറുള്ളത്. അതിനുശേഷം ലോറി കണ്ടെത്താനായില്ലെങ്കിൽ അത് തുടരും. 10 ദിവസം വരെ ഇത്തരത്തിൽ നീളുന്ന ഒരു തെരച്ചിലാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം പദ്ധതിയിട്ടുള്ളത്. ആ രീതിയിൽ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതിൽ ഏറ്റവും പ്രധാനം ഇന്നലെ ഈ ഡ്രഡ്ജർ ഇവിടെ എത്തി അരമണിക്കൂർ മാത്രമാണ് തെരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായത്. വൈകിട്ട് ആ സമയത്ത് തന്നെ ആ ലോറിയുടെ ഭാഗം കണ്ടെത്തി എന്നത് വലിയ പ്രതീക്ഷ പകരുന്ന കാര്യം തന്നെയാണ്. അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്നും തെരച്ചിൽ നടത്തുക. ആ ഡ്രഡ്ജർ അവിടെ ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായി നേവിയുടെ നേതൃത്വത്തിൽ സോണാർ പരിശോധനയിൽ നടത്തിയ ആ സ്ഥലം, അവിടെ ലോറിയുടെ വലിയ ലോഹഭാഗം, അർജുന്റെ ലോറിയുടെ ലോഹഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും പ്രതിസന്ധിയുള്ളത് വലിയ തോതിൽ ചെളിയും മണ്ണും മരങ്ങളുമൊക്കെ അതിന് മുകളിലായി അടിഞ്ഞുകൂടിയിട്ടുണ്ട് എന്നതാണ്. അത് മാറ്റുകയാണ് ഏറ്റവും പ്രധാനം. ഇന്നലെ തന്നെ നടത്തുന്ന ആ തെരച്ചിലിൽ വലിയ മരക്കഷ്ണങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ മലയിടിഞ്ഞ് താഴേക്ക് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മരങ്ങളും ഒപ്പം വലിയ പാറക്കൂട്ടങ്ങളും ഒക്കെ പതിച്ചത് ഇവിടെയാണ്. ഈ സ്ഥലത്ത് തന്നെയാണ് ലക്ഷ്മണന്റെ ചായക്കടയുണ്ടായിരുന്നത്. ഏറ്റവും ആഘാതമുണ്ടായത്, ഈ മണ്ണിടിച്ചിന്റെ ആഘാതമുണ്ടായത് ഈ ഒരു പ്രദേശമാണ്. ഇവിടെ ഉണ്ടായിരുന്ന ലക്ഷ്മണന്റെ ഭാര്യയും മക്കളും ഉൾപ്പെടെ 5 പേർ അവരുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ആ കടയിലുണ്ടായിരുന്ന മറ്റ് 3 പേർ കൂടി ഇത്തരത്തിൽ മൃതദേഹം നേരത്തെ തന്നെ ലഭിച്ചാണ്. 8 പേരുടെ മൃതദേഹം ഇത്തരത്തിൽ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈശ്വർ മാൽപ്പ വ്യക്തമാക്കിയതുപോലെ ഇനി 3 പേരെയാണ് കണ്ടെത്താനുള്ളത്. തുടക്കം മുതൽ തന്നെ ഈശ്വർ മാൽപ്പ സജീവമായി ഇവിടെ ഇത്തരത്തിൽ തെരച്ചിലുമായി ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ കാലാവസ്ഥയും ഒപ്പം ഈ വെള്ളം കലങ്ങിയ അവസ്ഥയുമായതുകൊണ്ട് തന്നെ മുങ്ങൽ വിദഗ്ധർക്കുള്ള പരിമിതി വളരെ ഏറെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല, കാര്യങ്ങൾ മാറിയിരിക്കുന്നു. തെളിഞ്ഞ വെള്ളം, കാലാവസ്ഥ വളരെ അനുകൂലം. ഒരു നോട്ട്സ് മാത്രമാണ് അടിയൊഴുക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ മുങ്ങൽ വിദഗ്ധർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ അടിത്തട്ടിലേക്ക് പോയി ലോറിയുടെ ഏതെങ്കിലും ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ എന്നത് നോക്കാൻ പറ്റും. എന്തായാലും ഈ ഡ്രഡ്ജർ പ്രവർത്തിക്കുന്നതിന് മുൻപായി തന്നെ ഈശ്വർ മാൽപ്പ ഇപ്പോൾ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്നതാണ് അതിലേറ്റവും പ്രധാനം. കൃത്യമായി ഈ ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയോടെ കൂടിയാണോ ഈ ഈശ്വർ മാൽപ്പ ഈ തെരച്ചിലിനായി ഇറങ്ങുന്നതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് കുടുംബത്തിന്, അതായത് 3 കുടുംബത്തിന്, അർജുന് പുറമെ ലോകേഷിന്റെയും ജഗന്നാഥിന്റെയും കുടുംബത്തിന് നൽകിയ ഉറപ്പ്, ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇവിടെ എത്തിയത്. താൻ ഇവിടെ 10 ദിവസവും ഉണ്ടാകും. ഈ തെരച്ചിലിന് ഏത് രീതിയിലും താൻ സഹകരിക്കാൻ തയ്യാറാണ് എന്നാണ്. എന്തായാലും അതൊക്കെ അല്പസമയം കഴിഞ്ഞാൽ ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തും. ആ
സമയത്ത് നമുക്ക് അതിനൊരു വ്യക്തത വരും. ഏതായാലും ഈശ്വർ മൽപെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ച് അദ്ദേഹം ഇവിടെ ഇപ്പോൾ തെരച്ചിലിനായി ഇറങ്ങുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതോടൊപ്പം ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള ഈ തെരച്ചിലിൽ ഏതൊക്കെ സാധ്യതകളുണ്ട്, ഇനി ഈ ലോറി കണ്ടെത്താൻ സാധിക്കുന്ന കാര്യങ്ങൾ അതിലേക്കായിരിക്കും അടക്കുക. വളരെ പെട്ടെന്ന് തന്നെ ലോറിയിലെ അരികിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് ആത്മവിശ്വാസം തന്നെയാണ് ഈ ഡ്രഡ്ജർ കമ്പനിയും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും കഴിഞ്ഞ ദിവസമൊക്കെ പുലർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും 3 ദിവസത്തിനകം തന്നെ ഈ ദൌത്യം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ആ ഡ്രഡ്ജർ കാണാം. അതിലൊരു ഒരു ടഗ് ബോട്ടിൽ JCB ഘടിപ്പിച്ച ഇതും അതിന് തൊട്ടടുത്തായി ഒരു വെസൽ, ഇതിന്റെ മണ്ണ് കോരി ആ വെസലിലേക്ക് ഇടുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. ഇന്നലെ അരമണിക്കൂർ മാത്രമായിരുന്നു ഇന്നലെ തെരച്ചിൽ നടത്തിയത്. ഇന്നലെ ഈ ഗോവയിൽ നിന്നും കാർവാറിലേക്കും പിന്നീട് കാർവാറിൽ നിന്നും ശിരൂർ അഴിമുഖത്തേക്കും അങ്ങനെ കടലും അഴിമുഖവും ഒക്കെ കടന്ന് വലിയ പ്രതിസന്ധിയായ 2 പാലവും കടന്നാണ് ഈ ഡ്രഡ്ജർ ഇവിടെ എത്തിയത്. 25 മണിക്കൂർ സമയമെടുത്ത് ഇത്തരത്തിൽ എത്തിയ ഈ ഡ്രഡ്ജർ ഏതായാലും അർജുനായുള്ള തിരച്ചിൽ അത് ഊർജിതമായി ഇപ്പോൾ തുടരുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. NDRFും SDRFും പോലീസും നാവികസേനയും ഒക്കെ സംയുക്തമായ ഒരു തെരച്ചിൽ തന്നെയാണ് ഇപ്പോൾ പദ്ധതിയിട്ടിട്ടുള്ളത്. ആ രീതിയിൽ എന്തായാലും ഇന്ന് വളരെ ഊർജിതമായ ഒരു തെരച്ചിൽ, അത്രത്തോളം സംവിധാനം കഴിഞ്ഞ 2 ഘട്ടങ്ങളിൽ നടന്ന തെരച്ചിലുമായി വ്യത്യസ്തമാക്കുന്നത് ഈ പുഴയിൽ ഇറങ്ങി തന്നെ പുഴയിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്ത് ലോറി കണ്ടെത്താനുള്ള ഒരു ശ്രമം അത് തന്നെയാണ് ഇത്തവണ ഏറ്റവും പ്രധാനം. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഏറ്റവും അവസാന ഘട്ടം എന്ന നിലയിലുള്ള ഒരു തെരച്ചിലായിരിക്കും. ഈ തെരച്ചിൽ ഇനി അവസാന ഘട്ടത്തിലേക്കുള്ള തെരച്ചിൽ എന്ന ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ഈ തെരച്ചിൽ പോകുന്നത്. ഇന്ന് അത് സംബന്ധിച്ച് പറഞ്ഞതുപോലെ 3ാം ഘട്ടമാണ് തെരച്ചിൽ. 3ാം ഘട്ടമാണ്. 1 മാസം മുമ്പാണ് തെരച്ചിൽ നിർത്തിവെച്ചത്. അന്ന് നമുക്കറിയാം പുഴയുടെ സാഹചര്യമൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. വലിയ ഒഴുക്ക്, ഏതാണ്ട് 7 നോട്ട്സ് വരെ ഒഴുക്ക് അനുഭവപ്പെട്ട പശ്ചാത്തലത്തിൽ ഇറങ്ങാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഈശ്വർ മൽപയൊക്കെ ഇപ്പോൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് 1 നോട്ട്സിന് താഴെ ഒഴുക്കായ സ്ഥിതിക്ക് താഴേക്ക് മുങ്ങാൻ സാധിക്കും, തങ്ങൾ ഇതിലും വലിയ ഒഴുക്കുകളിൽ ഇത്തരം സംഭവങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ മൽപയുടെ സേവനം കൂടി കാര്യമായി ഇന്നുണ്ടാകും ഈ ഡ്രഡ്ജറിനൊപ്പം എന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും മൽപെ ഇപ്പോൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഈ പുഴയിലേക്ക്, ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇതിൽ ഏറ്റവും പ്രധാനം വേലിയിറക്കവും വേലിയേറ്റവുമാണ് രഞ്ജിത്തെ. കാരണം ഇപ്പോൾ നിലവിൽ വേലിയേറ്റ സമയമാണ്. ഈ സമയത്ത് വെള്ളം ഉയർന്നു വരും. അതേസമയം വൈകിട്ടാകുമ്പോഴേക്കും അത് കുറഞ്ഞ് വേലിയിറക്ക സമയത്ത് 4 മണി 4:30 കൂടി അത് കുറഞ്ഞ് വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ആ സമയത്തായിരിക്കും ഇതിൽ ഏറ്റവും അനുകൂലമായ ഒരു സമയമുണ്ടാവുക, ഈ തെരച്ചിലിനായി ഉണ്ടാവുക. അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. നിലവിൽ ഇപ്പോൾ കാണുന്ന ഈ നമ്മൾ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഇവിടെ കണ്ട മൺകൂനങ്ങളൊക്കെ നമുക്ക് കാണാം രഞ്ജിത്തെ. അതൊന്നും ആദ്യ ഘട്ടത്തിൽ നമുക്ക് കാണാൻ പോലും പറ്റാത്ത രീതിയിൽ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതലായി അത്തരത്തിൽ നമുക്ക് ആ വലിയ മൺകൂനങ്ങളൊക്കെ കാണാം. ഇതൊക്കെ ഈ മണ്ണിടിഞ്ഞ് ഈ പുഴയിലേക്ക് പതിച്ചതിന്റെ അവശിഷ്ടങ്ങളാണ്. ഒരു പക്ഷേ ആ മൺതിട്ടകളൊക്കെ അവിടുന്ന് നീക്കം ചെയ്യേണ്ട ഒരു ആവശ്യകത കൂടി ഉണ്ട്. കാരണം ഈ പുഴയുടെ ഗതി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം കൊങ്കൺ മേഖലയിലെ മുഴുവൻ പുഴകളും വന്ന് കടലിലേക്ക് എത്തുന്നത് ഈ ഗംഗാവലി പുഴയിലൂടെയാണ്. അത്രത്തോളം വലിയ ഒഴുക്കാണ് ആ സമയങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുഴയുടെ ഒഴുക്ക് ഗതി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒരു പക്ഷേ ഈ ദൌത്യം പൂർത്തിയായതിനു ശേഷം അതും നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും 3 പേരെ കണ്ടെത്താനുള്ള ആ തിരച്ചിൽ അത് ഊർജിതമായി വലിയ സംവിധാനങ്ങളോടുകൂടി ഇന്ന് ആരംഭിക്കുന്നു എന്നതാണ് അതിലേറ്റവും പ്രധാനം. ആ കമ്പനി അധികൃതർ അവരുടെ ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ ആയിട്ടുണ്ട്. കൃത്യം 8 മണിക്ക് തന്നെ ഈ ഡ്രഡ്ജർ പ്രവർത്തിച്ചു തുടങ്ങുമെന്നാണ് നേരത്തെ തന്നെ കമ്പനി അധികൃതർ വ്യക്തമാക്കിയത്. ആ രീതിയിൽ വൈകിട്ട് 6 മണി വരെ 10 മണിക്കൂർ ഒരു ദിവസം തെരച്ചിൽ നടത്തും. പക്ഷേ രാത്രികാല തെരച്ചിൽ ഉണ്ടാകില്ല. 3 ദിവസം തുടർച്ചയായ തെരച്ചിൽ. ഒരു പക്ഷേ ഇന്ന് തന്നെ ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് നിന്നും അത്തരത്തിൽ ലോറിയിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ക്യാബിനിലേക്ക് എത്തുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്നത് അറിയണം. എന്തായാലും ഇതൊരു രക്ഷാ ദൌത്യമല്ല, നേരത്തെ തന്നെ അത് വ്യക്തമാക്കിയതാണ്. അതേസമയം ഈ 3 പേർ കാണാമറയത്തായിട്ട് 2 മാസം കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് എന്ത് സംഭവിച്ചു, ഈ ലോറി എവിടെ, ഇത്
കണ്ടെത്തുകയാണ്. എന്തായാലും ആ കാര്യത്തിൽ 1 കോടിയോളം രൂപ ചിലവിട്ട് ഇപ്പോൾ ഈ സംവിധാനം ഇവിടെ എത്തിച്ചിരിക്കുന്നു. അത് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു തെരച്ചിലേക്കും ലക്ഷ്യമിടുന്നു. എന്തായാലും 3 ദിവസം തുടർച്ചയായി ഇപ്പോൾ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഇനി ഈ തെരച്ചിൽ വീണ്ടും തുടരണോ എന്ന കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാകുക. ഇതിലെ KM അഷ്റഫ് MLA, കാർവാർ MLA സതീഷ് ഉൾപ്പെടെയുള്ളവർ സജീവമായി തന്നെ ഉണ്ട്. ഇന്നലെ വിശ്വാസത്തിന്റെ ഭാഗമായുള്ള പൂജയും മറ്റു കാര്യങ്ങളായതുകൊണ്ട് തന്നെ വൈകിട്ട് 6 മണിയോടുകൂടി അരമണിക്കൂർ മാത്രം ഒരു തെരച്ചിൽ നടത്തിയതാണ്. ഏതായാലും നേവിയുടെ നേതൃത്വത്തിൽ സോണാർ പരിശോധനയിൽ ഈ ലോറിയുടെ ഭാഗങ്ങൾ കൃത്യമായി ലോറിയുടെ ഈ ലോഹ ഭാഗങ്ങൾ വലിയ തോതിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്ഥലം അവിടെ തന്നെയാണ് ഇപ്പോൾ ഈ ഡ്രഡ്ജർ ഉള്ളത്. ആ മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്ന് മുഴുനീളെ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുക. ഇപ്പോൾ ഈ ടഗ് ബോട്ടിൽ ഘടിപ്പിച്ച ഡ്രഡ്ജർ ഇവിടെ ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അത് 8 മണിക്ക് പ്രവർത്തിപ്പിച്ച് വൈകിട്ട് 6 മണി വരെ കൃത്യമായി തെരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രഞ്ജിത്ത്, ഏതായാലും തെരച്ചിൽ നിർണായക ഘട്ടത്തിലാണ്. ഒപ്പം ഇതിന്റെ എന്താണ് 8 മണിക്ക് തുടങ്ങി 10 മണിക്കൂറോളം. നമുക്ക് ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ബൈജു, ഈ ലോറി കണ്ടെത്തുക എന്നുള്ളതാണ്. നേരത്തെ തന്നെ അവിടെ മൺകൂനകൾ അടിഞ്ഞ സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ സ്ഥലം ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് കൃത്യമായി ഈ ലോറി ഉള്ള ഭാഗത്ത് തന്നെയാണോ എന്നൊരു കാര്യം കൂടി ഉണ്ടല്ലോ. നാവികസേനയാണ് അങ്ങനെ ഒരു കോൺടാക്ട് അതെ, നാവികസേന പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഒരുപക്ഷെ അവിടെ ഇല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്കും പരിശോധന വ്യാപിപ്പിക്കുക. അങ്ങനെ ലോറി കണ്ടെത്തുന്നത് വരെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന തീരുമാനം തന്നെയാണോ? കാരണം ഡ്രഡ്ജർ അവിടെ എത്തിച്ച് ഈ തെരച്ചിൽ തുടരുക എന്നുള്ളത് വളരെ ചെലവേറിയ ഒരു ദൗത്യമാണ്. അത് ലോറി കണ്ടെത്തുന്നത് വരെ അത് തുടരാം എന്ന് തന്നെയാണോ സർക്കാരും മറ്റു സംവിധാനങ്ങളും തീരുമാനമെടുത്തിരിക്കുന്നത്? തീർച്ചയായും രഞ്ജിത്തെ, നിലവിൽ 3 ദിവസത്തേക്കുള്ള ഒരു കമ്പനി അധികൃതരുമായുള്ള ഒരു കരാറാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ അത് 10 ദിവസത്തേക്ക് കണക്കാക്കി തന്നെയാണ് ഈ ദൗത്യം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അവസാനമായുള്ള ഈ ദൗത്യം മുന്നോട്ട് പോകുന്നത്. രഞ്ജിത്ത് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഈ ലോറി എവിടെയാണ്, അർജുന് കൃത്യമായി എന്ന് സംബന്ധിച്ചു. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ഇതിൽ ഒരു ദൃക്സാക്ഷി ഇല്ല എന്നതാണ്. ഇവിടെ നടന്ന സംഭവത്തിൽ എന്താണ് സംഭവിച്ചതിന് ഒരു ദൃക്സാക്ഷി ഇല്ല എന്നതാണ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എവിടെയാണ് ഈ ലോറി ഈ പുഴയുടെ ഏതെങ്കിലും കൃത്യമായ ഒരു ഭാഗം കണ്ടെത്താൻ പറ്റില്ലെങ്കിലും സോണാർ പരിശോധനയിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്ത് ഈ ലോറി ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചത്. അനൌദ്യോഗികമായി നേവിയും ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തുടർച്ചയായ സമയങ്ങളിൽ നേവി സോണാർ പരിശോധന നടത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി നടത്തിയ പരിശോധനയിലാണ് മണ്ണ് കൂടുതലായി ഈ ലോറിയുടെ മുകളിലേക്ക് അടിഞ്ഞുകൂടിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതേ സ്ഥലത്താണ് ഇപ്പോൾ ഈ ഡ്രഡ്ജർ ഉറപ്പിച്ചു വെച്ചിട്ടുമുള്ളത്. അവിടെ നേവി മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും 8 മണിയോടുകൂടി തന്നെ നേവിയുടെ സംഘവും ഇവിടെ എത്തുന്നുണ്ട്. നേവിയും ഇന്നുണ്ടാകും. NDRF ആണ് ഇതിന് തെരച്ചിലിന് നേതൃത്വം നൽകുന്നതെങ്കിലും പ്രധാന പങ്ക് വഹിക്കുന്നത് നേവി തന്നെയാണ്. നേവിയുടെ മുങ്ങൽ വിദഗ്ധരും ഇവിടെ എത്തും. ആദ്യം ഈ ലോറി കൃത്യമായി ഏതെങ്കിലും അതിന്റെ ഭാഗം മണ്ണും ചെളിയും നീക്കം ചെയ്തതിനു ശേഷം മുങ്ങൽ വിദഗ്ധർ ഇതിന്റെ പുഴയുടെ ഗംഗാവലിയുടെ അടിത്തട്ടിലേക്ക് പോയി ആ ലോറിയുടെ ഏതെങ്കിലും ഭാഗം കൃത്യമായി കാണുന്നുണ്ടോ എന്ന് അറിയേണ്ടിയും. കഴിഞ്ഞ ദിവസങ്ങളിൽ മുങ്ങൽ വിദഗ്ധർക്കൊക്കെ ഇതിൽ 0 വിസിബിലിറ്റി ആയിരുന്നു. ഇത്തവണ അതല്ല, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, തെളിഞ്ഞ വെള്ളമാണ്, നല്ല കാലാവസ്ഥയാണ്. ഈ ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ ഒരു ആഴ്ചയായി മഴ പെയ്യുന്ന അല്ലെങ്കിൽ ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഒന്നും തന്നെയില്ല. ആ സാഹചര്യം കൃത്യമായി മനസ്സിലാക്കി അത് പ്രയോജനപ്പെടുത്താൻ തന്നെയാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ ഈ ദൌത്യവുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഓരോ സമയത്തും ഈ മഴ വരുന്നത് വലിയ വെല്ലുവിളിയായി ഇത് നീണ്ടു പോവുകയായിരുന്നു. ഇപ്പോൾ 2 മാസം കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ ഈ ജൂലൈ 16-ാം തീയതി അപകടം നടക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ 2 മാസത്തിന് ശേഷം 3ാമതായുള്ള ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജില്ലാ ഭരണകൂടം രംഗത്തെത്തുന്നു. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഏറ്റവും അവസാനമായുള്ള ഒരു ദൗത്യമാണ്. ആ ദൗത്യമാണ് ഇപ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി ഇന്ന് മുന്നോട്ട് പോകുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് നിർണായകമായ ഒരു ഘട്ടം എന്ന് പറയേണ്ടി വരും. ഇന്നത്തെ തെരച്ചിൽ നിർണായകം തന്നെയാണ്. കാരണം 10 മണിക്കൂറാണ്. രാവിലെ 8 മണിക്ക് ഈ മണ്ണുമാറ്റിൽ ആരംഭിച്ചാൽ വൈകിട്ട് 6 മണി വരെ തുടരും എന്നാണ്. 10 മണിക്കൂർ ഇന്ന് തെരച്ചിലുണ്ടാകും. കുടുംബം എത്തിയിട്ടുണ്ട്. സഹോദരി ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. സഹോദരി ഭർത്താവോടെ നേരത്തെ മുതൽ തന്നെ ഉണ്ട്. നമ്മളോട് ഇന്നലെ സംസാരിച്ചിരുന്നു. അർജുൻ, നമുക്ക് ഇതിന്റെ നിരവധി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രതീക്ഷ നിർഭരമായി കാത്തിരിക്കാം ഒരു കണ്ടെത്തൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ. മറ്റു വാർത്ത NCPയിലെ മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ടാണ്. NCPയിലെ മന്ത്രിമാറ്റത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമാകും.
AK ശശീന്ദ്രനെ മാറ്റാൻ ദേശീയ നേതൃത്വം സന്നദ്ധത അറിയിച്ചെങ്കിലും അന്തിമ തീരുമാനം എടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ മുഖ്യമന്ത്രിക്ക് താൽപ്പര്യമില്ലെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ NCPയുടെ ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടാലും അത്ര പെട്ടെന്ന് അനുകൂല നിലപാട് CPMും മുഖ്യമന്ത്രിയും സ്വീകരിക്കാൻ ഇടയില്ലെന്ന വിശ്വാസത്തിലാണ് AK ശശീന്ദ്രനെ അനുകൂലിക്കുന്നവർ. ശശീന്ദ്രൻ രാജിവെച്ച് മന്ത്രിസ്ഥാനത്ത് ഒഴിവ് വന്നാൽ RJD അവകാശവാദം ഉന്നയിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കും. കാരണം നമുക്കറിയാം RJDക്കും ഈ മന്ത്രിസ്ഥാനത്തിൽ അവർ നേരത്തെ ഒരു MLA മാത്രമുള്ള പാർട്ടികൾക്ക് 4 പാർട്ടികൾക്ക് മന്ത്രിസ്ഥാനം നൽകിയ സാഹചര്യം നിലനിൽക്കുകയാണ്. RJDക്ക് മാത്രമാണ് അവിടെ മന്ത്രിസ്ഥാനം നൽകാതിരുന്നത്. അത് ഒരു മുന്നണിയിൽ ഒരു അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. അത് പരിഹരിക്കാനുള്ള ഒരു വഴിയായി കൂടി ഒരു പക്ഷേ CPM ഈ മന്ത്രിമാരത്തെ കണ്ടേക്കാം എന്നുള്ളതാണ് വിവരം. കോൺഗ്രസിൽ നിന്ന് അടുത്ത സമയത്ത് CPMലേക്ക് വന്ന നേതാവാണ് വെള്ളനാട് ശശി. പിന്നീട് വെള്ളനാട് ജില്ലാ ഡിവിഷനിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയും അവിടെ അദ്ദേഹം CPM ബാനറിൽ മത്സരം ജയിക്കുകയും ചെയ്തു. ഇന്നലെ ഇദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട്. സ്ത്രീകളെ അടക്കം കയ്യേറ്റം ചെയ്തുവെന്ന പരാതിയിലാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശിക്കെതിരെ കേസെടുത്തത്. നേരത്തെ പറഞ്ഞതുപോലെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. ഇന്നലെ വെള്ളനാട് പഞ്ചായത്ത് ഓഫീസ് സമീപമായിരുന്നു ഈ സംഭവം. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് പോകാം. നിങ്ങളെ ഗുണ്ടായിസ നിങ്ങളെ കൊച്ചിനടിക്കണം, നിങ്ങളെ ഗുണ്ടായിസ നിങ്ങളെ കയ്യിലിരിക്കും. താനാരോടോ താനാരോടോ ഇന്നലെയാണ് ഈ പ്രശ്നമുണ്ടായത്. നമുക്കറിയാം, ഒരു രാഷ്ട്രീയ നേതാവാണ്, സമൂഹത്തിൽ മാതൃക കാട്ടേണ്ട ആളുകളെന്ന് വിശ്വസിക്കുന്നവരാണ്. നോക്കുക, ആ കുഞ്ഞിൻ്റെ കയ്യിൽ ഫോൺ തട്ടിപ്പറിക്കുന്നു, തട്ടിക്കളയുന്നു. അതിനുശേഷം ഭയം നിൽക്കുന്നു, കരയുന്നു. 2 സ്ത്രീകൾക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് ചെല്ലുകയാണ് അദ്ദേഹം, അതും പരസ്യമായി. ഇങ്ങനെയൊക്കെയാണോ ചില നേതാക്കൾ പെരുമാറേണ്ടത് എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ. കൃത്യമായി തന്നെ അത് വിശദീകരിക്കുന്നുമുണ്ട്. ആ മർദ്ദനമേറ്റ അല്ലെങ്കിൽ കയ്യേറ്റത്തിൽ ഇരയായ സ്ത്രീ അവരുടെ വാക്കുകളിലേക്ക് കൂടി പോകും. വെള്ളം കെട്ടിക്കിടന്നു, ചായ അടിക്കുന്ന ഒരു വണ്ടിയുണ്ട്, അതിനകത്ത് വെള്ളം കെട്ടിക്കിടന്നപ്പോൾ അത് ചരിവുണ്ടായതുകൊണ്ട് നമ്മളൊരു കല്ല് വെച്ച് ജസ്റ്റ് ഒന്ന് പൊക്കി വെച്ചതായിരുന്നു. അപ്പോൾ എവിടെ നിന്നാണ് പുള്ളി വന്ന് വണ്ടി വെളിയിലോട്ട് ഇറക്കി മാറ്റാൻ പറ്റത്തില്ല, അകത്തോട്ട് കയറ്റി ഇറക്കിയത്. യഥാർത്ഥത്തിൽ വെളിയിലോട്ട് കയറ്റി വെച്ചതല്ല, ഒരിക്കലും വെളിയിലോട്ട് കയറ്റി വെച്ചതല്ല. റോഡ് നിയമങ്ങളെല്ലാം നോക്കി തന്നെ വെച്ചത്. അപ്പോൾ ഞങ്ങളെ കുക്ക് പറഞ്ഞു, മാമൻ പറഞ്ഞു വെളിയിലോട്ട് വെച്ചല്ല, വെള്ളം കിടക്കുന്നതുകൊണ്ടും അങ്ങോട്ട് നീക്കി വെക്കുവാണെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഷൗട്ട് ചെയ്ത് നമ്മളെ നേർക്ക് വരുമായിരുന്നു. വീണ്ടും നമ്മളത് പറയും തോറും അങ്ങേര് ഷൗട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അങ്ങനെ കടയിൽ മമ്മി ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അതിനെതിരെ സംസാരിച്ചപ്പോഴത്തേക്ക് കുഞ്ഞകത്തിരുന്ന് ഭക്ഷണം കഴിയും. അവൻ ഓടി വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങളുമായിട്ട് അങ്ങനെ വഴക്കുണ്ടാക്കുന്നതാണ്. കൈ മുറുക്കി ഇടിക്കാനായിട്ടാണ് വരുന്നത്. ഓരോ തവണയും സ്ത്രീകളോട് മോശമായിട്ട് പൊടി ചീത്ത രീതിയിലുള്ള ഇതാണ്. മാന്യമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചേച്ചീന്ന് വിളിക്കുക, നിന്നെയൊക്കെ എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. മൊത്തവും മോശമായിട്ടാണ് പറയുന്നത്. പറയാൻ പറ്റത്തില്ല പറയുന്ന ഭാഷകൾ. അത്രയ്ക്ക് ഇതൊരു ഗുണ്ട എങ്ങനെയാണ്, ഒരു ജനപ്രതിനിധിയായിട്ടല്ല ഞങ്ങൾക്ക് അയാൾക്ക് തോന്നിയത്, ഒരു ഗുണ്ടയായിട്ടാണ് തോന്നിയത്. അത്രയ്ക്ക് മോശമായിട്ടാണ് ഞങ്ങൾക്കൊക്കെ പെരുമാറിയത്. അരുൺ മോഹൻ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, വെള്ളനാട് ശശിയുടെ അക്രമം അല്ലെങ്കിൽ കയ്യേറ്റമൊക്കെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്താണ് എനിക്ക് ശരിക്കും സംഭവിച്ചത്? ഇന്നലെയായിരുന്നു ഈ ഒരു സംഭവം അരങ്ങേറിയത്. വളരെ തികച്ചും നിർഭാഗ്യകരമായ ഒരു സംഭവം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം വെള്ളനാട് സ്വദേശിയായ അരുൺ രാജ് നടത്തുന്ന ഈ ഹോട്ടലിന് സമീപത്തായിരുന്നു ഈ സംഭവങ്ങളുടെ തുടക്കവും പ്രശ്നങ്ങളൊക്കെ അരങ്ങേറിയത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ ഇവിടെ ഒരു വിലവിവര പട്ടിക സൂചിപ്പിക്കുന്ന ഒരു ബോർഡ് സ്ഥാപിച്ചിരുന്നു. ഈ ബോർഡ് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു വെള്ളനാട് ശശി എത്തുന്നു. ബോർഡ് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ അരുണിന്റെ മകൻ ഫോട്ടോ
മൊബൈലിൽ പകർത്താൻ ശ്രമിച്ചു. ഇത് കൂടുതൽ പ്രകോപനം സൃഷ്ടിച്ചു. കുട്ടിയെ മർദ്ദിക്കാൻ ശ്രമിച്ചു. അതായിരുന്നു അവിടെ ദൃശ്യങ്ങൾ കാണുന്നത്. ഫോൺ തട്ടിമാറ്റുകയും കുട്ടിയെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന അരുൺ രാജിനും ഒപ്പം അരുൺ രാജിന്റെ ഭാര്യ, അമ്മായി ഇവർക്കൊക്കെ മർദ്ദനമേൽക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയായിരുന്നു, അവരോട് കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു എന്നൊക്കെയാണ് അവിടെ നിന്ന് ഉയരുന്ന ഒരു പരാതി. എന്തായാലും ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തിട്ടുണ്ടെന്നാണ് ആര്യനാട് CA പറയുന്നത്. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഇതിനോടകം ഉടലെടുത്തിട്ടുണ്ട്. രഞ്ജിത്ത്, ഇത് ജാമ്യമില്ലാ രണ്ട് കൂട്ടരും പരാതി നൽകിയിട്ടുണ്ടല്ലേ പോലീസ് സ്റ്റേഷനിൽ? തീർച്ചയായും ഇരു വിഭാഗക്കാരും ഇതിനെ പറയുന്നുണ്ട്. ഈ പറയുന്ന എന്താ പറയാ, ഈ പിരിവ്, സാമ്പത്തികമായ പിരിവ് ചോദിച്ചതിൽ പിരിവ് കുറച്ചു കൊടുക്കണമെന്ന് പറഞ്ഞതിലുള്ള തർക്കമാണ് അതിന് പ്രകോപനമുണ്ടായത്, മർദ്ദനമുണ്ടായെന്ന് ഒരു വിഭാഗം പറയുന്നു. അതേസമയം ഇല്ല, ഇവിടെ ഇരുന്ന വഴിതടസ്സം സൃഷ്ടിച്ചതുകൊണ്ട് അത് മാറ്റിവെക്കണം, ഈ പറയുന്ന ബോർഡ് മാറ്റിവെക്കണമെന്ന് പറയുന്നതിനുള്ള തർക്കമാണ് ഇതിനൊക്കെ കാരണമെന്ന് എതിർവിഭാഗവും വാദിക്കുന്നു. എന്തായാലും ഇപ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പെടുത്ത് കേസെടുത്തിട്ടുണ്ട്. പോലീസ് ഇതിന് വേണ്ട അന്വേഷണം നടത്തുന്നതാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. രഞ്ജിത്ത്, വെള്ളനാട് ശശിക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാം, ആ രാഷ്ട്രീയ നേതാവ് രണ്ട് സ്ത്രീകൾക്ക് നേരെയും ഒരു കൊച്ചു കുട്ടിക്ക് നേരെയും കയ്യേറ്റം നടത്തുന്നത്. നമ്മൾ എന്ത് കാര്യം കൊണ്ടായാലും ഇത്തരത്തിൽ പബ്ലിക്കായി കയ്യേറ്റം ചെയ്യുക എന്ന് പറയുന്നത്, അതും ഒരു കടയിലെ ബോർഡ് വെച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ എന്നുള്ളത് ഒട്ടും നീതീകരിക്കാനാവുന്ന ഒന്നല്ല. ഏതായാലും കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ അധികാരത്തിൻ്റെ ഹുങ്കൊക്കെയുള്ള അധികാരത്തിൻ്റെ CPMൻ്റെ ഭാഗമായി ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഈ കേസ് ഏത് തരത്തിൽ പോലീസ് കൈകാര്യം ചെയ്യുമെന്ന കാര്യമൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. മറ്റു വാർത്തയിലേക്ക് പോകണം. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്ത്രീയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ അജ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ്. പ്രതികൾ MDMA ഉപയോഗിച്ചു എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരശേഖരണത്തിൻ്റെ ഭാഗമായാണ് ചോദ്യം ചെയ്യൽ. നേരത്തെ നമുക്കറിയാം, നമ്മളെ വല്ലാതെ ഞെട്ടിപ്പിച്ച ഒരു അപകടമായിരുന്നു കാർ കയറ്റി ഒരു സ്ത്രീയെ കൊല്ലുന്ന അപകടം. അതിൽപ്പെട്ട ഒരു ഡോക്ടർ കൂടി ഇതിൽ പ്രതിയാണ്. വിനേഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. വിനേഷ്, ഈ MDMA ഉപയോഗിച്ചു എന്ന കണ്ടെത്തൽ വളരെ ഗൗരവതരമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്ന കാര്യത്തിൽ കാര്യങ്ങൾ ചോദ്യം ചെയ്ത് മനസ്സിലാക്കേണ്ടി വരും. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങളിലേക്ക് കൂടി ഈ കുടുംബമൊക്കെ ഉന്നയിച്ച ചില ആരോപണങ്ങളുണ്ടല്ലോ, ഈ ഡോക്ടറെ പെടുത്തിയതാണെന്നതടക്കം, ആ തലത്തിലേക്കുമൊക്കെ അന്വേഷണം വ്യാപിക്കുന്നുണ്ടോ? തീർച്ചയായും രഞ്ജിത്ത്, ഈ കൊലപാതകം നടത്തുന്നതിന് മുമ്പ് പ്രതികൾ MDMA ഉപയോഗിച്ചിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അപകടത്തിന്റെ തലേ ദിവസം, അതായത് ഉത്രാട ദിവസം, അജ്മലും ശ്രീകുട്ടിയും ഒരുമിച്ച് താമസിച്ച കരുനാഗപ്പള്ളിയിൽ ഒരു ഹോട്ടലുണ്ട്. ഈ ഹോട്ടൽ മുറിയിൽ നിന്ന് മദ്യക്കുപ്പികളും അതുപോലെ തന്നെ ഈ രാസലഹരി ഉപയോഗിക്കുന്ന ട്യൂബും കണ്ടെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം പ്രതികളെ അവിടെ എത്തിച്ച് തെളിവെടുപ്പും നടത്തി. അപ്പോൾ ഇവരുടെ പ്രാഥമികമായ മൊഴികളിൽ വൈരുദ്ധ്യം ഉള്ളതായിട്ടായിരുന്നു പോലീസ് ആദ്യം തന്നെ വ്യക്തമാക്കിയിരുന്നത്. ഇതിൽ കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടത്തുന്നത്. ഒറ്റയ്ക്കും അതുപോലെ തന്നെ ഇരുവരെയും ഒരുമിച്ചിരിക്കുകയുമാണ് പോലീസ് ചോദ്യം ചെയ്യുക. പരമാവധി തെളിവുകൾ ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ കടക്കുന്നത്. അതിനാൽ അടുത്ത ഒരു 2 ദിവസം ചോദ്യം ചെയ്യൽ തുടരുന്ന ഒരു സാഹചര്യമാകും ഉണ്ടാവുക. കഴിഞ്ഞ ദിവസമാണ് ഇരുവരുടെയും കസ്റ്റഡിക്കുള്ള അനുമതി ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതി നൽകിയത്. തുടർന്ന് അജ്മലും ശ്രീകുട്ടിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. പ്രദേശത്ത് കനത്ത സുരക്ഷയെ തുടർന്ന് വാഹനത്തിൽ നിന്ന് ഇറക്കാതെയാണ് ഈ തെളിവെടുപ്പ് നടത്തിയത്. ഞായറാഴ്ച, അതായത് 22-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ഇരുവരുടെയും കസ്റ്റഡി കാലാവധി കഴിയുകയും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും ചെയ്യണം. അതാണ് സാഹചര്യം. വിനേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. നമുക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കുറച്ച് കമൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ശശികുമാർ K ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. അതുപോലെ സക്കീന ഒഫീഷ്യൽ അങ്ങനെ ഒരു പേരിലാണ് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ഇതേ സക്കീന പൊന്നമ്മ, കവിയൂർ പൊന്നമ്മയുടെ മരണത്തെക്കുറിച്ച്, ഒരു പെറ്റമ്മയുടെ അഭിനയമായിരുന്നു എന്നും ഓർമ്മകളിലുണ്ടാവും. തീർച്ചയായും അതുപോലെ കമന്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഷാജിദ് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്.
സക്കീന തന്നെ പിന്നെയും അർജുനായുള്ള തിരച്ചിൽ ഒരു പ്രതീക്ഷയുണ്ട്, നല്ല തെളിവ് കിട്ടുമെന്ന്. അർജുന എന്ത് സംഭവിച്ചു എന്നുള്ള നമ്മുടെ ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നമുക്കും അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്, കുടുംബത്തിനും ആ പ്രതീക്ഷയുണ്ട്. അതുപോലെ അങ്ങനെ നിരവധി പേരാണ് അപ്പോൾ നമുക്കിങ്ങനെ വിശ്വസും അതുപോലെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും മറ്റും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വാർത്തയിലേക്ക് പോകാം. പരാതി പറഞ്ഞിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാതായതോടെ കൃഷിയിടങ്ങളിലേക്ക് ജലസേചനം ഉറപ്പാക്കാൻ മാലിന്യം നിറഞ്ഞ കനാൽ ശുചീകരിച്ച് പാലക്കാട് ഞാങ്ങാട്ടിരിയിലെ കർഷകർ. കനാൽ നവീകരിക്കണമെന്ന ആവശ്യത്തോട് അധികൃതർ അനാസ്ഥ കാണിച്ചതോടെയാണ് കർഷകർ പിരിവെടുത്ത് മാലിന്യം നീക്കി കനാൽ വൃത്തിയാക്കിയത്. വരും വർഷങ്ങളിലും അധികൃതർ അനാസ്ഥ തുടർന്നാൽ കൃഷി ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഞാങ്ങാട്ടിരയിലെ ചാക്കുരുത്തി പാടശേഖരത്തിലേക്കുള്ള ജലസേചന കനാലിലെ മാലിന്യം നീക്കണമെന്നത് കർഷകരുടെ ദീർഘനാളായുള്ള ആവശ്യമായിരുന്നു. ഭാരതപ്പുഴയിൽ നിന്നും വെള്ളമെത്തുന്ന കനാലിലെ പൊന്തക്കാടുകൾ വെട്ടിമാറ്റിയും അടിഞ്ഞുകൂടിയ മാലിന്യം നീക്കം ചെയ്തുമാണ് കർഷകർ സ്വന്തം ചിലവിൽ കനാൽ നവീകരിച്ചത്. രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ വൻതോതിലാണ് കനാലിൽ മാലിന്യം തള്ളുന്നത്. ഇവ പൂർണ്ണമായും പാടശേഖരങ്ങളിൽ അടിഞ്ഞുകൂടുന്നതിനാൽ കൃഷിക്കും ഭീഷണിയാകുന്നതായി കർഷകർ പറയുന്നു. കഴിഞ്ഞ നവകേരള സദസ്സിലടക്കം നമ്മൾ പരാതി കൊടുത്തതാണ്. യാതൊരു നടപടി ഈ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു ദുഃഖകരമായ അവസ്ഥ. കൃഷിക്കാർ വളരെ പ്രയാസത്തിലാണ്. ഈ വേസ്റ്റ് എല്ലാം കൂടെ തന്നെ പമ്പ് മോട്ടർ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വേസ്റ്റ് എല്ലാം കൂടിയിട്ട് നമ്മുടെ പാടശേഖരത്താണ് വരുന്നത്. ഇവരെ കൊണ്ട് നമുക്ക് അതിഥി തൊഴിലാളികളെ കൊണ്ടാണ് ഇത് പണിയിപ്പിക്കുന്നത്. അവരെ തന്നെ നമുക്കിത് ചെയ്യിപ്പിക്കാൻ വളരെ സങ്കടം തോന്നുന്നു. ഈ കനാലിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പാടത്തേക്ക് ഇത് എത്തിക്കഴിഞ്ഞാൽ അവിടെ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ നമുക്ക് വിഷമം തോന്നും. ഈ വേസ്റ്റ് എല്ലാം കൂടി അതിൽ പണിയെടുക്കുന്ന സമയത്ത് വല്ല അസുഖങ്ങൾ വന്നാൽ തന്നെ എന്ത് ചെയ്യുന്നുള്ള ബേജാറിലാണ് നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 50 ഏക്കറിലധികം വരുന്ന പാടശേഖരത്തിൽ 3 വിളകൃഷി നടത്താൻ സാഹചര്യമുണ്ടെങ്കിലും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം ഒറ്റവിള കൃഷി മാത്രമാണ് നടത്തുന്നത്. വെള്ളം വിടുന്നത് പറഞ്ഞിട്ട് ആദ്യം വരെ കച്ചറ വരിക, വേസ്റ്റുകൾ ആദ്യം വരെ ബോട്ടിലും അത് കംപ്ലീറ്റ് വേസ്റ്റാണ് ആദ്യം കച്ചറയിലേക്ക് വരിക. പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് കണ്ടമാനം. പാടത്ത് വരെ ഒരു വണ്ടി ഇറങ്ങിയാലും ആകെ വീലുകൾ തിരിയുന്നത്, ട്രാക്ടറിന് വീലുകൾ തിരിയുന്നത് കംപ്ലീറ്റ് പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക് ബാഗ്, ചാക്ക്, എല്ലാം വേണ്ട എല്ലാ കച്ചറകളും കംപ്ലീറ്റ് എല്ലാവരും ഒരു വേസ്റ്റ് ബോക്സ് ആയിട്ടാണ് കിടന്നത്. ഹോസ്പിറ്റൽ വേസ്റ്റ് അതിലേക്ക് ആരോ കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്. അവർ കൂടെ തള്ളുന്നത് ഇവിടെയാണ്. ആരും കാണുന്നു. രാത്രി കാലം വന്ന് ഒരു ഈച്ച പോലും അറിയില്ല. ഇവിടെ എവിടുന്ന് ആൾ താമസമില്ല. നേരെ കൂടുതൽ ഇവിടെ തള്ളും, അവരാ പോകും. ഇറിഗേഷൻ വകുപ്പിലും പഞ്ചായത്തിലും പാടശേഖര സമിതി ഭാരവാഹികൾ പലവട്ടം പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. മെയിൻ സംഗതി കനാല് മോട്ടോർ ഇറക്കി വെക്കാൻ ഞങ്ങൾ കൂക്കും വിളിയും കൂട്ടിയാലാണ് ഒരു ഉദ്യോഗസ്ഥർ വരുന്നുള്ളൂ. ഇത് ഞങ്ങൾ പരാജയമായിട്ട് പറയുകയാണെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അത് അറിഞ്ഞുകൊണ്ട് തന്നെ പറയണത്. എന്നിട്ട് ബാക്കി പണി ചെയ്യണം മുഴുവൻ ഈ സാധുക്കളായുള്ള പണിക്കാർ വേണം. എന്നിട്ട് അതിന് ഫണ്ട് എന്നുള്ളതും ഇവരെഴുതിയെടുക്കുക. അല്ലാതെ ഞങ്ങൾക്കൊന്നും കിട്ടണില്ല. മോട്ടോർ പെരയുടെ വെള്ളം കയറി വാഷിങ്ങിന് കംപ്ലീറ്റ് ആയിട്ട് വലിയൊരു സംഖ്യ വരുന്നുണ്ട്. അതും ഞങ്ങൾ ചെയ്യണം. മോട്ടോർ ഇറക്കി വെക്കണം എന്നുണ്ടെങ്കിൽ 3 മാസം മുതൽക്ക് ഞങ്ങൾ പരാജയ ഓഫീസർമാരെയും പോയി പറഞ്ഞാൽ ഉദ്യോഗസ്ഥർ പറയും ചെയ്യാം. പിന്നെ ചില ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് എനിക്കിനി 1 മാസമേ ഉള്ളൂ, ഞാൻ ഇവിടുന്ന് പോസ്റ്റിംഗ് പോവുകയാണ്, അതിന് അടുത്ത ആൾ വരുമ്പോൾ ആവും ചെയ്യാം. ഈ തരത്തിൽ കൃഷിക്കൊരു കാലാവധി ഇല്ലേ? എത്ര മാസം കൊണ്ടാണ് കൃഷിയും 4 മാസം കൊണ്ട് എടുക്കേണ്ട കൃഷി ഒരു 3 മാസം മുമ്പ് മുതൽക്ക് പരിശ്രമിച്ചാൽ മുതൽക്ക് ഞങ്ങൾക്ക് ഒരു ഞാറ് പോകാനുള്ള സൗകര്യം കിട്ടണില്ല. വരും വർഷങ്ങളിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് അനാസ്ഥ തുടർന്നാൽ കൃഷി ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് കർഷകർ പറയുന്നു. പന്നിശല്യം ദുരിതം ഉണ്ടാക്കുമ്പോൾ ജലസേചനത്തിന് കൃത്യമായി പമ്പിംഗ് നടത്താത്തതും കർഷകരെ വലയ്ക്കുന്നുണ്ട്. നിലവിൽ ശോചനീയാവസ്ഥയിലുള്ള കനാൽ ആധുനിക രീതിയിൽ നവീകരിക്കണമെന്നും 3 വിള കൃഷിക്ക് ജലസേചനം ഉറപ്പാക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. എന്നോടൊപ്പം ഹരി കൂടിയുണ്ട്. ഹരി, ഇന്നലെ ഒരുപാട് നാളിന് ശേഷം മലയാളത്തിലെ ഒരു ഫീൽ ഗുഡ് ഒരു റൊമാൻറ്റിക് എന്റർടൈനർ തിയേറ്ററിലെത്തി. സത്യം, ഒരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് എന്റർടൈനർ, കറക്റ്റാണ് പറഞ്ഞത്. അത് ഒരുപാട് നാളായി അങ്ങനെ ഒരു സിനിമ വന്നിട്ട്. അത് തിയേറ്ററുകൾ നിറയ്ക്കുന്നുണ്ട്, കാണുന്ന പ്രേക്ഷകരുടെ മനസ്സും നിറയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അത് നമുക്ക് പ്രേക്ഷകർക്കായി എത്തിച്ച സംവിധായകൻ വിഷ്ണു മോഹൻ തന്നെയാണ്, അല്ലേ? അതെ, സംവിധായകൻ നമ്മളോടൊപ്പം തന്നെ ചേരുന്നുണ്ട് എന്നുള്ളതാണ്. വിഷ്ണു, നമസ്കാരം. നമസ്കാരം. വിഷ്ണു, എപ്പോഴും ഒരു സിനിമ ഇറങ്ങി അതിന്റെ ഫസ്റ്റ് ഷോ കഴിയുന്നത് വരെ ഒരു നെഞ്ചിടിപ്പുണ്ട്. ഇന്നലെ ആ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ ഒരു ഫീൽ എന്തായിരുന്നു? തീർച്ചയായിട്ടും ഞാൻ നമ്മൾ സിനിമ ചെയ്യുമ്പോഴതിനും റിലീസിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഒരു 35+ ഏജുള്ള ഓഡിയൻസിന്, അതായത് ഫാമിലി ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് ഭയങ്കരമായിട്ട് കണക്ട് ആയി. അല്ലെങ്കിൽ ഒരു ഫാമിലി ഒരു ലവ് സ്റ്റോറി എന്നുള്ള കുറെ നാൾക്ക് ശേഷം അങ്ങനത്തെ ഒരു കഥ ഇവിടെ വന്നപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇന്നലെയൊക്കെ വൈകുന്നേരം ഇപ്പൊ ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ടാണ്, ആലപ്പുഴയൊക്കെ ഹൗസ്ഫുൾ ഷോ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയൊക്കെ പോയി
തിയേറ്റർ വിസിറ്റ് ഒക്കെ നടത്തി. അപ്പം നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ ഫാമിലി ഓഡിയൻസ് ഇന്ന് നാളെയൊക്കെ ആയിട്ട് ഒരുപാട് തിയേറ്ററിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിഷ്ണു, ആദ്യ ദിനത്തിലെ പ്രതികരണം എന്തായിരുന്നു? കാരണം ഓണത്തിന് റിലീസാവുന്ന ഒരു 6 സിനിമകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം അടുത്ത ആഴ്ചയാണ് ഈ സിനിമ റിലീസാവുന്നത്. അപ്പോൾ തിയേറ്ററുകളിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് ഓണത്തിനൊക്കെ എല്ലാ സിനിമകൾക്കും നല്ല തിരക്കുകളുണ്ടായിരുന്നു. അതെ, അപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രണയത്തിന്റെ 4 വ്യത്യസ്ത പ്രണയങ്ങളൊക്കെയാണ് സിനിമ സംസാരിക്കുന്നത് മനസ്സിലാക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് ആദ്യ ദിവസം കഴിഞ്ഞതിന് ശേഷം? ആദ്യ ദിവസം നല്ല പ്രതികരണമായിരുന്നു. ഇപ്പൊ നമ്മളിപ്പോ ഇന്നലെ ഷോ നടന്ന ഹൗസ്ഫുൾ ഷോസ് ഉണ്ടായിരുന്ന 3-4 സ്ഥലങ്ങളിൽ പോയി. അപ്പോൾ പിന്നെ പോയ സ്ഥലങ്ങളിലൊക്കെ നല്ല അഭിപ്രായമായിരുന്നു ആളുകളുടെ ഉണ്ടായിരുന്നത്. വളരെ ഒരുപാട് സ്ത്രീകളൊക്കെ ഒരുപാട് ഇമോഷണലി സംസാരിച്ചു. ഭയങ്കര പലരും കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത്തരത്തിൽ ഉള്ള നല്ല ഫീഡ്ബാക്സ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഏറ്റവും ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നതിന്റെ ക്ലൈമാക്സ് ആണ്. അപ്പൊ അതെല്ലാവരും എടുത്തു പറയുന്നുണ്ട്. അപ്പം അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു അനുഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ മേതിൽ ദേവികയാണ് എന്ന് തോന്നുന്നു ഈ സിനിമയിലെ വലിയൊരു കണ്ടെത്തൽ. മേതിൽ ദേവിക ഇവിടെ ആദ്യ സിനിമയാണ്, ആദ്യ ചിത്രമാണ്. അവരിലൊരു നടിയുണ്ട് എന്ന് മനസ്സിലാക്കിയത് എങ്ങനെയായിരുന്നു? ഈ പറഞ്ഞതുപോലെ ഈ ഷൂട്ടിംഗ് സമയത്തൊക്കെ ഉള്ളൊരു അവരുടെ ഒരു പെർഫോമൻസിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല വിഷ്ണു, അതോടൊപ്പം ഈ മേതിൽ ദേവികയുടെ പിന്നാലെ കുറെ നാളുകൾ ഈ റോളിന് വേണ്ടിയിട്ട് തന്നെ നടക്കുന്ന ഒരു സിറ്റുവേഷൻ വിഷ്ണുവിനെ പറഞ്ഞു. എനിക്ക് മേതിൽ ദേവിക തന്നെ വേണമെന്ന് പറഞ്ഞ് ഈ തിരക്കഥയുമായി പിന്നാലെ നടക്കുന്നുണ്ടെന്ന് കേട്ടു. എന്തായിരുന്നു ആ ഒരു പിടിവാശിക്കും പിന്നിലെ കാരണം? അതെ, എന്താ വെച്ചാൽ അത് എന്താ പറയുക, നമുക്ക് അങ്ങനത്തെ ഒരു 40+ ഏജ് ഉള്ള ആളുകൾക്ക് അറിയാവുന്ന ഒരാൾ വന്നാൽ നല്ലതാണെന്ന് തോന്നിയിരുന്നു, ഒരു ഇമേജ് ഉള്ള. അപ്പോൾ പുള്ളിക്കാരിയായിട്ട് സംസാരിച്ചപ്പോൾ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളാണെന്ന് തോന്നി. അങ്ങനെ എനിക്ക് അത് തന്നെ വരണം എന്നുള്ളൊരു നിർബന്ധത്തിലാണ് ഞാൻ എന്താ പറയാ ഒരു വർഷത്തോളം പുള്ളിക്കാരിയുടെ പുറകിൽ നടന്ന, എന്ന് വെച്ചാൽ ഒന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തി. അപ്പൊ അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്, പിന്നായത്. വിഷ്ണു, അതോടൊപ്പം ആദ്യത്തെ സിനിമ ഇപ്പോൾ മേപ്പടിയൻ വരികയാണെങ്കിൽ ഇപ്പോൾ ജയകൃഷ്ണൻ എന്ന കഥാപാത്രത്തിന് അതിൻ്റെതായ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളിലൂടെയാണ്. ഇപ്പോൾ ഉണ്ണിമൂന്നിൻ്റെ അദ്ദേഹത്തിൻ്റെതായ കടങ്ങൾ, പ്രശ്നങ്ങൾ അതുമായിട്ടാണ് പോകുന്നത്. രണ്ടാമത്തെ ചിത്രം വരുമ്പോഴേക്കും ഒരു റൊമാൻറ്റിക് ഒരു ചിത്രമായിട്ടും വരുന്നു, ഒരു ഫീൽ ഗുഡ് ചിത്രമായിട്ട് വരുന്നു. ഈ ഒരു ജോണർ വ്യത്യാസങ്ങൾ നേരത്തെ പ്ലാൻഡ് ആയിരുന്നു, ഒരു രീതിയിലുള്ള സിനിമ മാത്രം മുന്നോട്ട് പോകരുത് എന്നുള്ളത് സംബന്ധിച്ച്? ഞാൻ ആക്ച്വലി സെക്കൻഡ് മൂവി വേറെ പടമാണ് ചെയ്യാനിരുന്നത്. അപ്പോൾ അത് അതിന്റെ കാര്യങ്ങളായിട്ട് പോകുമ്പോൾ ഇത് പെട്ടെന്ന് സംഭവിച്ചാണ്. അപ്പൊ അതിന് കുറച്ച് ഡിലേ വന്നപ്പോൾ പിന്നീട് ആ പ്രോജക്റ്റ് ഡ്രോപ്പ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പുമായി പെട്ടെന്ന്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്, അല്ലാതെ മനഃപൂർവ്വം അങ്ങനെ ജോണർ മാറ്റിയതൊന്നുമല്ല. പിന്നെ ഈ പറഞ്ഞാൽ എനിക്ക് ഇത് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു, അപ്പൊ അങ്ങനെ ചെയ്തതാണ്. ഈ ബിജു മേനോനെ കുറിച്ച് പറഞ്ഞാൽ ഏത് ക്യാരക്ടറിനും പ്ലേസ് ചെയ്യാവുന്ന ഒരു നടൻ. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം ബിജു മേനോൻ ചെയ്ത വ്യത്യസ്തമായ ഒരുപാട് കഥാപാത്രങ്ങൾ സമീപകാലത്ത് ഇറങ്ങുന്നുണ്ട്. ഇവിടെ ഒരു പ്രണയനായകനാണ്. ഇപ്പോൾ കോമഡി ചെയ്യിപ്പിക്കാം, വേണമെങ്കിൽ വില്ലനായി ഉപയോഗിക്കാം, ശക്തനായ നായകനായി ഉപയോഗിക്കാം. ഇവിടെ പ്രണയനായകനായി ബിജു മേനോൻ വരുമ്പോൾ ബിജു മേനോൻ തോന്നിയ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ബീച്ചർ, ഞാൻ പറയാം, ഈ ക്യാരക്ടർ നമ്മൾ ആലോചിച്ചപ്പോൾ ഏറ്റവും ആപ്റ്റായിട്ട് തോന്നിയ ഒരാളാണ്. ഈ പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ആള്, അങ്ങനെ വലിയ ഹേറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത, എന്താ പ്രണയമൊക്കെ ചെയ്യാൻ ഇപ്പോഴും പറ്റുന്ന അങ്ങനത്തെ ഒരാളാണല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു നോക്കുമ്പം ഏറ്റവും നല്ല ഓപ്ഷൻ ആയിട്ടാണ് ബീച്ചറിനെ തോന്നിയത്. അത് ഈ പറഞ്ഞ സിനിമ ചെയ്തതിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ബീച്ചറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വിഷ്ണു, ഇതിൽ നിർമ്മാതാവും കൂടിയാണല്ലോ. ഒരു നിർമ്മാതാവിന്റെ സ്ട്രെസ്സും കൂടി ഉണ്ടോ? പ്രത്യേകിച്ച് തന്നെ രണ്ടാമത്തെ സിനിമ ഒരു നിർമ്മാണത്തിലേക്കും കൂടി കടക്കുമ്പോൾ അതിലുണ്ടായ ഒരു പ്രത്യേകിച്ച് മാറ്റങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അതിൻ്റെതായ അതിന്റെ ടെൻഷൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും ഒരു ക്രിയേറ്റീവ് ജോലിക്കപ്പുറം. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ ടെൻഷൻസ് ഉണ്ട്, സ്വാഭാവികമായിട്ടുണ്ട്. പിന്നെ ഞാൻ മാത്രമല്ല, ഇതിനകത്ത് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അപ്പൊ എല്ലാവരുടെയും കൊണ്ടൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഈ നോൺ ലീനിയർ രീതിയിലാണല്ലേ ഈ കഥ പറഞ്ഞു പോകുന്നത്. അതങ്ങനെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു പ്രത്യേകത, അങ്ങനെ ഒരു പാറ്റേൺ തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു? അല്ല, അങ്ങനെ അത്തരത്തിലേ ആ കഥ പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് ഒരു ഫസ്റ്റ് ഹാഫിൽ ഒരു സ്ലോ പേസിൽ പോവാ, സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടെ എൻഗേജ് ആവുക. അതിന്റെ ക്ലൈമാക്സ് ആണ് പടത്തിന്റെ ഹൈലൈറ്റ്. അപ്പൊ ആ രീതിയിൽ അതിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് നല്ലത്. അതുകൊണ്ട് പക്ഷെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ നിർമ്മാതാവാകുമ്പോഴേ നമ്മൾക്ക് ഈ തിയേറ്റർ സ്ക്രീനുകൾ കിട്ടുക എന്നുള്ളത് സംബന്ധിച്ചുള്ളത് ഒരു ഘടകം കൂടിയാണല്ലോ. നമുക്ക് ഏറ്റവും മാക്സിമം സ്ക്രീനിൽ എത്ര റിലീസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് സംബന്ധിച്ച് സിനിമ ഇൻഡസ്ട്രിയിൽ മൊത്തത്തിലായിട്ട് എടുക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓണം റിലീസുകൾ വരുന്ന സമയമായതുകൊണ്ട് തന്നെ ആ സിനിമകൾക്കൊക്കെ വലിയ തിരക്കുമുണ്ട്. കഥ എന്ന് പറയുന്ന സിനിമ വരുമ്പോഴേക്കും നിങ്ങൾ പ്രതീക്ഷിച്ച അത്ര തിയേറ്ററുകൾ ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, അത് ലഭിക്കുന്നുണ്ടോ? ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ നടക്കുന്നതുകൊണ്ട് ചോദിക്കുന്നത്. അല്ല, നമ്മൾ വിചാരിച്ച അത്ര തിയേറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം വേറെ മുമ്പ് ഉണ്ടായിരുന്ന മറ്റു പല പടങ്ങളും
ഈ സമയത്ത് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെതായ തിയേറ്ററുകളൊന്നും കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഫാമിലി, ലേഡീസ് ഇതൊക്കെയാണ്. അപ്പൊ ഇവരിലേക്ക് എത്തി അവർ തിയേറ്ററിലേക്ക് ഇന്നലെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും ആളുകളുണ്ട്, തിയേറ്ററുകളിലുണ്ട്, പല സ്ഥലത്തും നല്ല ബുക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പം അന്ന് അതിപ്പോ ഈ ശനി ഞായർ ദിവസങ്ങളായിട്ട് കയറി വന്ന അഭിപ്രായങ്ങൾ പബ്ലിസിറ്റി കൂടെ ആളുകൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും. ഏതായാലും എല്ലാ ആശംസകളും നേരുകയാണ് വിഷ്ണുവിന്. ഒരു വലിയ വിജയമായി മാറട്ടെ. ഏതായാലും ഇന്നലെയൊക്കെ നമുക്ക് ലഭിച്ച റിപ്പോർട്ടുകളും ഇന്ന് രാവിലെ ലഭിക്കുന്നതും ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫീൽ ഗുഡ് മൂവി, മലയാളത്തിൽ ഇങ്ങനെ കാണാൻ കാത്തിരുന്ന ഒരു സിനിമ എന്ന് തന്നെയാണ്. കാരണം പല ജോണറുള്ള സിനിമകൾ ഈ ഓണത്തിന് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു റൊമാൻറ്റിക് ഫീൽ ഗുഡ് ജോണർ റിലീസ് ആയില്ല. അതിൻ്റെ ഒരു വിടവും കൂടി ഈ സിനിമ നികത്തി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ വിഷ്ണു പറഞ്ഞ പോലെ തന്നെ ആദ്യ ഷോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു മികച്ച അഭിപ്രായം തന്നെ കിട്ടുന്നുണ്ട്, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ആ ഒരു തള്ളിക്കയറ്റം തിയേറ്ററുകളിലും ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയല്ലേ നിൽക്കുന്നതും. അപ്പോൾ ആ പ്രതീക്ഷയും ആ സിനിമയും അതനുസരിച്ച് മുന്നോട്ട് പോകും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരവും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിഷ്ണു നമ്മൾ അതിഥിയായിട്ട് വിളിച്ചത്. അപ്പോൾ ആശംസകൾ വിഷ്ണു ഇനിയുള്ള ഭാവിയിലെ പ്രോജക്റ്റുകൾക്ക്. നന്ദി. ഓക്കെ, മറ്റൊരു വാർത്തയിലേക്ക് പോകണം. 1.5 പതിറ്റാണ്ടിന് ശേഷം പാലക്കാട് വിളയൂർ മാങ്കുറ്റി പാടശേഖരത്തെ ഇറക്കിയ ഒന്നാം വിള നെൽകൃഷിയിൽ 100 മേനി വിളവ്. 7 ഏക്കറിൽ നടത്തിയ കൃഷിയിൽ വിളവെടുപ്പ് ആരംഭിച്ചു. വിളയൂർ മാങ്കുറ്റി പാടശേഖരത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഒന്നാം വിള നെൽകൃഷി ഇറക്കിയത്. പല കാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞ 15 വർഷമായി ഇവിടം ഒന്നാം വിള എടുക്കാറില്ല. എന്നാൽ ഇത്തവണ പ്രദേശത്തെ കർഷകരായ രാജേഷ്, മണികണ്ഠൻ, ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഒന്നാം വിള നെൽകൃഷിക്ക് മുന്നിട്ടിറങ്ങുകയായിരുന്നു. 37 ഏക്കറിൽ 7 ഏക്കറിൽ ഇറക്കിയ ഒന്നാം വിള കൃഷിയുടെ വിളവെടുപ്പാണ് നടക്കുന്നത്. പന്നിശല്യവും കാലാവസ്ഥാ പ്രശ്നങ്ങളുമെല്ലാം മറികടന്ന് നടത്തിയ കൃഷിയിൽ മികച്ച വിളവ് ലഭിച്ചുവെന്നാണ് കർഷകനായ കെ രാജേഷ് പറയുന്നത്. പരീക്ഷണ അടിസ്ഥാനത്തിൽ ഒന്നാം വിള എടുത്താണ്. പിന്നെ പ്രകൃതിയുടെ ഒരു ഇതുകൊണ്ട് വെയിലൊക്കെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ മഴയ്ക്കാണെങ്കിൽ ഇത് ഭയങ്കര ഡേഞ്ചറിനാണ് നമുക്ക്, കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം അതിനെ പറ്റിയ ഷെഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ കെട്ടി വെച്ച് ഉണ്ടാക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പക്ഷെ എന്ത് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് അതിനുള്ള ഒരു സൗകര്യങ്ങൾ വളരെ കുറവാണ്. ജ്യോതി നെൽവിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചത്. മഴ വിട്ടുനിന്ന സാഹചര്യത്തിലാണ് തൃശൂരിൽ നിന്നും കൊയ്ത്തുമെതി യന്ത്രം എത്തിച്ച് വിളവെടുപ്പ് തുടങ്ങിയിരിക്കുന്നത്. പാടശേഖരത്തിലെ ബാക്കിയുള്ള 37 ഏക്കറിൽ രണ്ടാം വിള നെൽകൃഷിക്കുള്ള പ്രവൃത്തികളും തുടങ്ങിയിട്ടുണ്ട്. തൊഴിലാളികളെ കിട്ടാനില്ലാത്തത് തന്നെയാണ് കർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നം. ജലസേചനത്തിന് ശാശ്വതമായ പരിഹാരങ്ങൾ ഇല്ലാത്തതും കർഷകരെ വലയ്ക്കുന്നുണ്ട്. ന്യൂസ് 18 പാലക്കാട്. നമുക്കിനി ദേശീയ വാർത്തകളിലേക്ക് ഒന്ന് പോകണം. ദേശീയ തലത്തിൽ നിരവധി വാർത്തകളുണ്ട്. നമുക്കറിയാം, ഡൽഹിയിൽ പുതിയ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട് അല്ലേ? അതിഷി. അപ്പം തിരുപ്പതി ലഡു വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് പ്രധാനം? രഞ്ജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ തിരുപ്പതിയിലെ ലഡുവിലെ മൃഗക്കൊഴുപ്പ് വിവാദം, ഒപ്പം തന്നെ ഡൽഹിയിൽ മുഖ്യമന്ത്രിയായി ആതിഷി മെർലാന സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. വിശദമായി നോക്കാം. ആതിഷി മെർലാന ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഡൽഹിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി ആവുകയാണ് ആതിഷി മെർലാന. ഇന്ന് വൈകിട്ട് 4:30 രാജ്നിവാസിലാണ്, ലഫ്റ്റനന്റ് ഗവർണറുടെ വസതിയായ രാജ്നിവാസിലാണ് സത്യപ്രതിജ്ഞ നടക്കുന്നത്. ആതിഷി മെർലാന മാത്രമല്ല, മറ്റ് 4 പേർ കൂടി ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. അതായത് ഗോപാൽ റായ്, ഒപ്പം തന്നെ 5 പേരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതിൽ 4 പേർ കേജ്രിവാൾ സർക്കാരിൽ മന്ത്രിമാരായിരുന്നു. ഗോപാൽ റായ്, സൗരവ് ഭരദ്വാജ്, ഒപ്പം തന്നെ കൈലാഷ് ഗെഹ്ലോട്ട്, ഇമ്രാൻ ഹുസൈൻ തുടങ്ങിയവർ കഴിഞ്ഞ സർക്കാരിൽ മന്ത്രിമാരായിരുന്നെങ്കിൽ പുതുമുഖമായി വരുന്നത് മുകേഷ് അലാവത്താണ്. അദ്ദേഹം സുൽത്താൻപൂർ മജ്രയിൽ നിന്നുള്ള ആദ്യ തവണ MLA ആയ വ്യക്തിയാണ്. നേരത്തെ BSPയിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അതായത് രാജ്കുമാർ ആനന്ദ് എന്ന് പറയുന്ന മന്ത്രി ഇക്കഴിഞ്ഞ ജൂലൈയിൽ രാജിവെച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒഴിവിലേക്കാണ് ഇപ്പോൾ ഏതായാലും മുകേഷ് അലാവത്ത് വരുന്നത്. രാജ്കുമാർ ആനന്ദ് പോയത് BSPയിലേക്കാണ്. അപ്പോൾ നേരത്തെ BSPയിൽ ഉണ്ടായിരുന്ന ഒരു നേതാവിനെ മന്ത്രിയാക്കുന്നുവെന്ന പ്രത്യേകത കൂടി ഇപ്പോൾ നിലവിലുണ്ട്. ഏതായാലും 4:30 ലളിതമായ ചടങ്ങായിരിക്കും രാജ്നിവാസിൽ നടക്കുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി വൃത്തങ്ങളും രാജ്നിവാസ് അധികൃതരും ഒക്കെ തന്നെ അക്കാര്യമാണ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഡൽഹിയുടെ ചരിത്രത്തിൽ 3ാമത്തെ വനിതാ മുഖ്യമന്ത്രി എന്ന പ്രത്യേകത കൂടിയുണ്ട്. കാരണം നേരത്തെ സുഷമ സ്വരാജ് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നു. അതിനുശേഷം 15 വർഷം ഷീലാ ദീക്ഷിത് മുഖ്യമന്ത്രിയായിരിക്കുന്നു. ഇപ്പോൾ ഏതായാലും ആതിഷി മെർലാന കൂടി
മുഖ്യമന്ത്രിയാവുകയാണ്. ഏതായാലും രാജിവെച്ച അരവിന്ദ് കെജ്രിവാൾ നാളെ ജന്തർ മന്ദിറിൽ ഒരു ജനസദസ്സ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഡൽഹിയിലെ ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലേക്ക് അരവിന്ദ് കെജ്രിവാൾ കടക്കുന്നു എന്ന പ്രത്യേകത കൂടി ഏതായാലുമുണ്ട്. ഏതായാലും ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇന്നത്തെ സത്യപ്രതിജ്ഞ ഒരു ആഘോഷമാക്കാനുള്ള തീരുമാനത്തിലാണ്. കാരണം കെജ്രിവാളിൻ്റെ കൂടി എല്ലാ അനുഗ്രഹാശംസകളും കൂടിയാണ് ആതിഷി മെർലാന ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. ഇനി തിരുപ്പതിയിലേക്ക് വരികയാണെങ്കിൽ, രഞ്ജിത്ത്, തിരുപ്പതിയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ ആ വിവാദം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല, കത്തുകയാണ് ആ വിവാദം. ഏറ്റവും ഒടുവിൽ ഇന്നലെ വൈകിട്ട് തിരുപ്പതി ദേവസ്ഥാനം എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്യാമള റാവു ചന്ദ്രബാബു നായിഡു ഉന്നയിച്ച ആരോപണം സ്ഥിരീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് ശരിവെച്ചുകൊണ്ട് രംഗത്ത് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ലാബ് റിപ്പോർട്ടിൽ ഇത്തരത്തിൽ മൃഗക്കൊഴുപ്പിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് 4 സാമ്പിളുകൾ ജൂലൈ മാസത്തിൽ 4 ടാങ്കറുകളിലായി വന്ന നെയ്യിൻ്റെ സാമ്പിളുകളാണ് ഇത്തരത്തിൽ പരിശോധനയ്ക്കായി അയച്ചത്. അതിൽ മൃഗക്കൊഴുപ്പിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു. ഡിണ്ടിഗൽ ആസ്ഥാനമായുള്ളൊരു AR ഫുഡ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് കൊണ്ടുവന്ന നെയ്യാണ് ഇത്തരത്തിൽ ഗുണനിലവാരം കുറഞ്ഞത് എന്നാണ് ഇപ്പോൾ തിരുമല ദേവസ്ഥാനം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. കാരണം അവർ പറയുന്ന കാരണം ക്ഷേത്രത്തിനകത്ത് ഇത്തരത്തിൽ നെയ്യിൻ്റെ ഗുണനിലവാരം കണ്ടെത്താനുള്ള ഇത്തരം പരിശോധന നടത്താനുള്ള സംവിധാനമില്ല. അപ്പോൾ ഇത് സ്വാഭാവികമായും പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു. ആ പരിശോധനയിലാണ് ഇത്തരത്തിൽ വഞ്ചിക്കപ്പെട്ടു എന്ന് കണ്ടെത്തിയത് എന്നാണ് അവർ വിശദീകരിക്കുകയും ചെയ്തത്. പക്ഷേ ഈ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം വന്നിട്ടുണ്ട്. കമ്പനി പറയുന്നത് ജൂൺ ജൂലൈ മാസത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ നെയ്യ് വിതരണം ചെയ്ത്, അത് ഇത്തരത്തിൽ അംഗീകൃത ലാബുകളിലൊക്കെ തന്നെ പരിശോധന നടത്തിക്കൊണ്ട് ഗുണനിലവാരം ഉറപ്പാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ നെയ്യ് വിതരണം ചെയ്തത് എന്നാണ് അവർ വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നായി ചില വിശദീകരണം കൂടി വരുന്നുണ്ട്. നേരത്തെ കർണാടക മിൽക്ക് ഫെഡറേഷൻ്റെ കീഴിലുള്ള നന്ദിനിയാണ് അവിടെ നെയ്യ് വിതരണം ചെയ്തിരുന്നത്. പക്ഷേ ഈ സർക്കാർ വന്നതിന് ശേഷം, ജഗൻമോഹൻ റെഡ്ഡി സർക്കാർ വന്നതിന് ശേഷം കഴിഞ്ഞ 1 വർഷം മുമ്പ് ഇതിൻ്റെ ടെൻഡർ അല്ലെങ്കിൽ കരാർ അവസാനിപ്പിക്കുകയും അതിനുശേഷമാണ് ഈ ഡിണ്ടിഗൽ ആസ്ഥാനമായുള്ള കമ്പനിയിൽ നിന്ന് നെയ്യ് വാങ്ങാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തത്. ഏതായാലും പുതിയ സർക്കാർ, ചന്ദ്രബാബു നായിഡു സർക്കാർ വന്നതിന് ശേഷം അതിൽ നിന്ന് ആ കരാർ പിൻവലിച്ചുകൊണ്ട് വീണ്ടും കർണാടക മിൽക്ക് ഫെഡറേഷന് കരാർ നൽകി എന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലാണ് ഫുഡ് സെക്യൂരിറ്റി അടക്കമുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അവർ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത്, തീർച്ചയായും ഇതൊക്കെയാണ് ദേശീയ തലത്തിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തകളായി ER രാഗേഷ് പങ്കുവച്ചത്. നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് പോകണം. ഇൻ്റർനാഷണൽ തലത്തിലുള്ള വാർത്തകളുണ്ട്. അമേരിക്കയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയ പശ്ചാത്തലമുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് എത്താം. മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. ഏതായാലും നമുക്ക് ഇന്റർനാഷണൽ തലത്തിലും ഒരുപാട് വാർത്തകളുണ്ട്, അനവധി വാർത്തകളുണ്ട്, അനവധി. നമുക്കറിയാം ഈ ഒരു 2024 എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പുകളുടെ ഒരു വർഷമായിരുന്നു. ഇന്ത്യയിൽ അതെ, US ഇലക്ഷൻ വരാൻ പോകുന്നു, അതുപോലെ അസർബൈജാൻ, അങ്ങനെ നിരവധി രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും മറ്റുമായിട്ട് നിരവധി ഇലക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ശ്രീലങ്കയിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. ഫലം നാളെ അറിയാം. 2022 സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രാജ്യത്തെ വേഗം കരകയറ്റിയെന്ന് അവകാശപ്പെട്ടാണ് സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ സ്വതന്ത്രനായി മത്സരത്തുള്ളത്. ഇദ്ദേഹത്തോടൊപ്പം മറ്റ് 39 പേരാണ് രംഗത്തുള്ളത്. 39 സ്ഥാനാർത്ഥികളാണ് അല്ലേ ജനവിധി തേടുന്നത്. 2022 വലിയൊരു കലാപം, അതിനുശേഷം നടക്കുന്ന ഒരു സാമ്പത്തിക തകർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കരകയറ്റി എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇദ്ദേഹം ഇപ്പോൾ മത്സരരംഗത്തുള്ളത്. സാധ്യത ശരിക്കും കുറവാണ്. അതെ. അപ്പോൾ അടുത്തൊരു വാർത്ത ലെബനനിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ പേജർ ബോംബ് ആക്രമണം നമ്മൾ കണ്ടു. അതുമായി ബന്ധപ്പെട്ടൊരു മലയാളിയുടെ പേരൊക്കെ വന്നിരുന്നു. പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി അത് നിരസിച്ചു. ആ വാർത്തയുണ്ട്. പക്ഷേ മറ്റൊരു വാർത്ത വരുന്നത് ലെബനനിലൊക്കെ വലിയ ആക്രമണം നടക്കുന്നു എന്നുള്ളതാണ് അല്ലേ. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ തെക്കൻ പ്രദേശങ്ങളിൽ വീണ്ടും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ്. ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു, 59 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതേ ആക്രമണത്തിൽ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഒരു ഉന്നത കമാൻഡറും കൊല്ലപ്പെട്ടു എന്നാണ് വിവരം. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ക്വാഡ് ഉച്ചകോടി നടക്കാൻ പോവാണ്. അപ്പം ഇതിനും കൂടിയായിട്ടാണ് നരേന്ദ്രമോദി US-ലേക്ക് പോയിരിക്കുന്നത്. 3 ദിവസത്തെ സന്ദർശനമാണ്. 23-ാം തീയതി വരെയാണ് നരേന്ദ്രമോദി US-ലുണ്ടാവുക. ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ ക്വാഡ് രാജ്യങ്ങൾ പങ്കെടുക്കും. 4ാമത് ക്വാഡ് ഉച്ചകോടി ഇന്ന് അമേരിക്കയിലെ ഡെലവേറിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ്, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിഡ, ആന്റണി അൽബനീസ് എന്നിവർ പങ്കെടുക്കും. നമുക്ക് നമ്മോടൊപ്പം ശ്രീ സജിമോൻ ആന്റണി അമേരിക്കയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ സജിമോൻ ആന്റണി, ഗുഡ് മോർണിംഗ്. ഇവിടെ ഗുഡ് മോർണിംഗ് ആണ്. ഗുഡ് മോർണിംഗ്.
കേൾക്കാമോ? ഹലോ, കേൾക്കാമല്ലോ അല്ലേ? അല്പം വോളി റേസ് ചെയ്യാമോ? കേൾക്കത്തില്ല. കേൾക്കാമല്ലോ അല്ലേ? ശരി, ഗുഡ് മോർണിംഗ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. നമുക്ക് ഇപ്പോൾ ഈ അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു കാഹളം നടക്കുന്ന സമയമാണ്. ആ സമയത്താണ് നമ്മുടെ പ്രധാനമന്ത്രി അവിടെ എത്തുന്നത്. നേരത്തെ ബൈഡൻ പറഞ്ഞത്, ക്ഷമിക്കണം, അതെ, ട്രംപ് പറഞ്ഞിരുന്നു തന്നെ കാണുന്നുണ്ട് എന്ന്. പക്ഷേ ഇത് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടില്ല. ഈ ക്വാഡ് ഉച്ചകോടിക്കപ്പുറം മറ്റെന്തെങ്കിലും അജണ്ടകളുണ്ടോ പ്രധാനമന്ത്രി സന്ദർശനത്തിൽ? പ്രധാനമന്ത്രിയുടെ 3 ദിവസ സന്ദർശനമാണ് ഇവിടെ. ഇന്നിപ്പോൾ ഇവിടെ രാത്രിയാണ്, നാളെ കാലത്തെ, അതായത് 21, 22, 23 ശനി ഞായർ തിങ്കൾ തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ സന്ദർശനം തുടങ്ങുന്നത് ക്വാഡ് ഉച്ചകോടിയാണ്. ക്വാഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ, USA ഒരു 35 ട്രില്യൺ ഇക്കണോമി, അതായത് ലോകത്തിലുള്ള മൊത്തം ഇക്കണോമി നോക്കുവാണെങ്കിൽ 110 ട്രില്യൺ ആണ്. അതിന്റെ ഒരു 1/3 ഇക്കണോമിയുടെ ബല ഉള്ള അല്ലെങ്കിൽ ബേസിസ് ഉള്ള 4 കൺട്രികളുടെ ഒരു കൂടിക്കാഴ്ചയാണ്. കഴിഞ്ഞ തവണ നടത്തിയതിന്റെ ഒരു ഫോളോ അപ്പ് മീറ്റിംഗ് ആണ് ഇത്തവണ നോക്കുന്നത്. വിഷയങ്ങൾ, ടോപ്പിക്ക് മിക്കവാറും വരാൻ ഈ ചർച്ചയിലുള്ളത് അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, ഒന്ന് ഇക്കണോമി, രണ്ടാമത്തേത് പ്രൈമറി ചൈന, മൂന്നാമത്തേത് കഴിഞ്ഞ മീറ്റിംഗിലെ ഫോളോ അപ്പ്. ഈ 3 കാര്യങ്ങളാണ് അവർ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓർക്കണം, കഴിഞ്ഞ 23 ജൂണിൽ പ്രൈം മിനിസ്റ്റർ മോദി ഇവിടെ ഒരു സ്റ്റേറ്റ് വിസിറ്റ് നടത്തുകയുണ്ടായി. അദ്ദേഹം വളരെ സക്സസ്ഫുൾ മീറ്റിംഗ് ആയിരുന്നു നടത്തിയിരുന്നത്. ഏകദേശം അന്നത്തെ റിപ്പോർട്ടുകൾ കണക്കനുസരിച്ചാണെങ്കിൽ ഏകദേശം 2.7 ബില്യന്റെ ബിസിനസ് ഡീലിംഗ്, ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ഒപ്പുവെച്ചിട്ടാണ് അദ്ദേഹം ഇവിടുന്ന് പോയത്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഫോളോ കൂടിയാണ് ഈ ഒരു മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഡെലവേർ ആണ് എന്നത് അതൊരു പ്രത്യേകതയാണ്. കാരണം ഇവിടുത്തെ പ്രസിഡന്റ് ജോ ബൈഡന്റെ ജന്മനാടാണ് ഡെലവേർ. അവിടെയാണ് ഈ കൂടിക്കാഴ്ച ഉണ്ടാവുന്നത് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അതിനുശേഷം ശനിയാഴ്ച വൈകുന്നേരം അദ്ദേഹം പ്രൈം മിനിസ്റ്റർ മോദിയുടെ വിസിറ്റ് UN-ലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച വൈകുന്നേരം, അതായത് 22-ാം തീയതി ഇവിടെ വലിയൊരു വിരുന്നാണ് പ്രൈം മിനിസ്റ്റർ മോദിക്ക് വേണ്ടിയിട്ട് പ്രവാസി സമൂഹം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയുള്ള നസ കൗണ്ടിയിൽ, ന്യൂയോർക്കിലുള്ള ഒരു 15,000 സീറ്റുള്ള ഒരു വലിയൊരു ഓഡിറ്റോറിയമാണ്. അതിന് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഏകദേശം 24,000 ആൾക്കാർ 48 മണിക്കൂർ കൊണ്ട് രജിസ്റ്റർ ചെയ്തു എന്നുള്ള വാർത്തയാണ് അവിടെ നിന്നുള്ളത്. അതിനകത്ത് എത്രമാർക്ക് 15,000 പേരുടെ കപ്പാസിറ്റിയാണ്, 15,000 കപ്പാസിറ്റിയാണ്. അതിനകത്ത് 24,000 ആൾക്കാർ ഓൾറെഡി ആ ഒരു ഈവന്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 400-ലധികം കലാകാരന്മാരുടെ കലാവിരുന്നാണ് അവിടെ പ്രൈം മിനിസ്റ്റർ മോദിക്ക് വേണ്ടിയിട്ട് ഈ പ്രവാസി സമൂഹം ഒരുക്കിയിരിക്കുന്നത്. 2 സ്റ്റേജുകളിലായിട്ടാണ് ആ ഈവന്റ് നടക്കുന്നത് എന്നുള്ള പ്രത്യേകതകളൊക്കെയാണ് ഈ തവണത്തെ വിസിറ്റിനകത്ത് ഉള്ളത്. ഏതായാലും ചെറിയൊരു കോൺട്രവേഴ്സി കൂടി ഉണ്ട് ഇവിടുത്തെ ഒരു ഇലക്ഷനകത്ത്. പ്രൈം മിനിസ്റ്റർ മോദിയുടെ വിസിറ്റ് വളരെ ആകാംക്ഷയോടെയാണ് ഇവിടുത്തെ ഭരണകൂടം നോക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു ഇലക്ഷൻ റാലിയിൽ പറയുകയുണ്ടായി, പ്രൈം മിനിസ്റ്റർ മോദി അടുത്ത ആഴ്ച വരുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തെ കാണാൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിരുന്നാലും ഇവിടുത്തെ വിദേശകാര്യ മന്ത്രാലയത്തെ ഉദ്ധരിക്കുകയാണെങ്കിൽ ഇതുവരെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് പ്രൈം മിനിസ്റ്റർ മോദി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ മാത്രമായിരിക്കത്തില്ല, കമല ഹാരിസിനെയും വിസിറ്റ് ചെയ്യും. രണ്ടുപേരുടെയും വിസിറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആ വിസിറ്റ് നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിസിറ്റ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോ ബൈഡനും ക്വാഡ് ഉച്ചകോടിയും UN-ഉം ഈ ഒരു സ്വീകരണവുമായിട്ട് ഒതുങ്ങും എന്നുള്ള ഒരു പ്രത്യാശയാണ് ഇരിക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചെറിയൊരു കോൺട്രവേഴ്സിയും ട്രിഗർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യയെ പറ്റി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു ചെറിയ കോൺട്രവേഴ്സി. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് ട്രേഡ് അബ്യൂസർ എന്നൊരു വേർഡാണ് ഉപയോഗിച്ചത്. അറ്റ് ദ സെയിം ടൈം അദ്ദേഹം ആ സെന്റൻസ് ഫില്ലാക്കിയത് ഇങ്ങനെയാണ്, ബട്ട് PM മോദി ഒരു ഫന്റാസ്റ്റിക് പേഴ്സൺ ആണ്, ഫന്റാസ്റ്റിക് ലീഡർ ആണ് എന്നാണ്. ഇന്ത്യ ഒരു ട്രേഡ് അബ്യൂസർ ആണ്, എന്നാൽ പ്രൈം മിനിസ്റ്റർ മോദി ഒരു ഫന്റാസ്റ്റിക് ഹ്യൂമൻ ബീയിങ് ആണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതൊക്കെയാണ് ഇപ്പം ഇവിടെ നിന്നുള്ള റിപ്പോർട്ട് പ്രൈം മിനിസ്റ്റർ മോദിയുടെ വിസിറ്റിനെ സംബന്ധിച്ച്. ഞങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എനിക്കറിയാം ലോകം ആകമാനം, പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്നുള്ള എല്ലാവരും വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഈ ഒരു വിസിറ്റ് നോക്കി കാണുന്നത് എന്നാണ് എനിക്ക് ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. നന്ദി ശ്രീ സജിമോൻ ആന്റണി. ഏതായാലും പ്രധാനമന്ത്രി അവിടെ എത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട സന്ദർശനവുമാണത്. നമുക്ക് ഇന്നലെ ബംഗ്ലാ കടുവകളെ ഇന്ത്യ കൂട്ടിലടച്ചിരുന്നു. ചെന്നൈ ടെസ്റ്റിലെ 2ാം ദിനത്തിൽ 149 റൺസിന് ബംഗ്ലാദേശ് ഓൾ ഔട്ടായി. 227 റൺസിൻ്റെ 1ാം ഇന്നിംഗ്സ് ലീഡ് നേടിയെങ്കിലും ബംഗ്ലാദേശിനെ ഫോളോ ഓൺ ചെയ്യിക്കാതെ ഇന്ത്യ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗിന് ഇറങ്ങിയിട്ടുണ്ട്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ 2ാം ദിനം അവസാനിക്കുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 81 റൺസ് നേടി. ഹരികൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
ടെസ്റ്റിലെ ആദ്യ ദിനം അവസാനിച്ചപ്പോൾ തന്നെ രണ്ടാം ദിനം എങ്ങനെയായിരിക്കാം കളിയുടെ പുരോഗതി എന്നത് സംബന്ധിച്ചുള്ള ധാരണകളും സംശയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ശരിവെക്കുന്ന രീതിയിലാണ് രണ്ടാം ദിനത്തിലെ കളി അവസാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. 47 ഓവറിനുള്ളിൽ തന്നെ ബംഗ്ലാദേശ് ടീം 149 റൺസിന് ഓൾ ഔട്ട് ആവുന്ന കാഴ്ചയാണ് ഉണ്ടായത്. അതിൽ ഷാക്കിബ് അൽ ഹസനാണ് അവരുടെ ടോപ്പ് സ്കോററായി മാറിയത്. 64 പന്തിൽ നിന്നും 32 റൺസാണ് അദ്ദേഹം നേടിയെടുത്തത്. ബാക്കി എല്ലാ താരങ്ങളും നിലം പരിശാവുന്ന കാഴ്ചയാണ് ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ കാണാൻ സാധിച്ചത്. അതിൽ ജസ്പ്രീത് ബുംറ 50 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 4 വിക്കറ്റുകളും സ്വന്തമാക്കുകയും ചെയ്തു. ബംഗ്ലാദേശി പേസ് ബോളർമാർ ആദ്യ ദിനം എറിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യൻ പേസർമാർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വിക്കറ്റ് ആയിരിക്കും ഇത് എന്നുള്ളത് ആദ്യ ദിനത്തിൻ്റെ അവസാനം നമ്മൾ സംസാരിച്ചിരുന്നതാണ്. രണ്ടാം ദിനത്തിൽ അതേ കാഴ്ച തന്നെയാണ് ഉണ്ടായതെന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ആകാശ്ദീപ് സിംഗിൻ്റെ 2 ഇൻ സ്വിംഗിങ് ബൗൾഡ് ഡെലിവറീസ് ഒക്കെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയായിട്ട് തന്നെ മാറിയിരുന്നു. സിറാജും ജഡേജയും ബാക്കിയുള്ള വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തതാണ്. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം 149 റൺസിന് അവർ ഓൾ ഔട്ട് ആകുകയും ചെയ്തു. മറുപടി ബാറ്റിംഗ് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യൻ ടീം ബാറ്റിംഗിന് ഇറങ്ങുകയും ചെയ്തു. വീണ്ടും തകർച്ചയിലേക്ക് ഒരു ചെറിയ തുടക്കം, തകർച്ച കൊണ്ടാണ് തുടക്കം എന്നത് വീണ്ടും എടുത്ത് സൂചിപ്പിക്കേണ്ടി വരും. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ആദ്യ ഇന്നിംഗ്സിൽ 6 റൺസ് നേടിയെങ്കിൽ രണ്ടാം ഇന്നിംഗ്സിൽ 5 റൺസിന് അദ്ദേഹം പുറത്താവുകയും ചെയ്തു. വിരാട് കോഹ്ലി നല്ലൊരു ഫോമിലേക്ക് വരുമെന്ന് കരുതിയെങ്കിൽ പോലും 17 റൺസിന് മെഹദി ഹുസൈൻ LBW ആക്കുകയും ചെയ്തു. ആ LBW സംബന്ധിച്ച് 2-3 ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അത് ഒരു ഇൻസൈഡ് എഡ്ജ് ടു ദ പാഡാണ്, അതുകൊണ്ട് തന്നെ അത് ഔട്ടല്ല എന്നത് സംബന്ധിച്ച്. പക്ഷേ കാര്യങ്ങൾ മാറുകയും വിരാട് കോഹ്ലി ഔട്ടാവുകയും ചെയ്തു. സ്റ്റംപ്സ് ഡേ 2 അവസാനിക്കുമ്പോഴേക്കും 81 റൺസിന് 3 വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യൻ സൈഡ്. പ്രത്യേകിച്ച് എടുത്ത് സൂചിപ്പിക്കേണ്ടത് ആദ്യ ഇന്നിംഗ്സിൽ ഡക്കായിരുന്ന ശുഭ്മാൻ ഗിൽ ഇപ്പോഴും ക്രീസിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം മികച്ചൊരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ടീമിനെ രക്ഷിക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നിൽക്കുകയാണ്. ഒരു 308 റൺസ് ലീഡിൻ്റെ ഒരു കുഷനിലാണ് ഇന്ത്യ നിൽക്കുന്നത്. പക്ഷേ അത് മതിയാവാതെ വരുമോ എന്നുള്ളത് സംബന്ധിച്ചും അറിയേണ്ടതുണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലെ കണ്ടീഷൻസ് ഒക്കെ തന്നെ പേസ് ബോളർമാർക്ക് എടുത്ത് സൂചിപ്പിക്കേണ്ടത് അവർക്കൊരു വലിയ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. ആദ്യ ദിനത്തിൽ പ്രത്യേകിച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ബംഗ്ലാദേശി പേസർമാരൊക്കെ തന്നെ ആ പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഹസൻ മഹമ്മൂദും നിഹാദ് റാണയും ഒക്കെ തന്നെ അവരുടെ മികച്ച പേസ് അറ്റാക്ക് ഇന്ത്യൻ ബാറ്റർമാർക്ക് നേരെ വീശുകയുണ്ടായി. രണ്ടാം ദിനത്തിൽ തുടക്കത്തിൽ നമുക്കറിയാം 195 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ് പടുത്തുയർത്തിക്കൊണ്ടാണ് രവിചന്ദ്രൻ അശ്വിനും രവീന്ദ്ര ജഡേജയും ആദ്യ ദിനം അവസാനിപ്പിച്ചത്. രണ്ടാം ദിനത്തിലേക്ക് വരുമ്പോഴേക്കും അത് ആദ്യം തന്നെ തകരുന്ന ഒരു കാഴ്ചയുണ്ടായി. ആദ്യം ജഡേജ പുറത്താവുകയായിരുന്നു, പിന്നീട് ആകാശ്ദീപും പിന്നീട് രവിചന്ദ്രൻ അശ്വിനും സിറാജും ഒക്കെ ഔട്ടാവുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. ഏതായാലും എടുത്ത് സൂചിപ്പിക്കേണ്ടത് എന്ന് പറയുന്നത് ഇന്ത്യ ഒരു ബെനിഫിറ്റിൽ തന്നെ നിൽക്കുകയാണ്. ആദ്യ ടെസ്റ്റിൻ്റെ രണ്ടാം ദിനം അവസാനിക്കുമ്പോഴും ഇന്ത്യ ഒരു കംഫർട്ടബിൾ കുഷനിലാണ്. 308 റൺസിൻ്റെ ലീഡ് തന്നെയാണ് ഇന്ത്യക്കുള്ളത്. ഇനി മൂന്നാം ദിനത്തിൻ്റെ തുടക്കത്തിൽ, അതായത് ഇന്നത്തെ ദിവസം എടുത്ത് നോക്കുമ്പോഴേക്കും അത് തുടക്കം എങ്ങനെയായിരിക്കും, ഇന്ത്യക്ക് മികച്ച രീതിയിൽ തന്നെ തുടങ്ങാൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഉറ്റുനോക്കേണ്ടത്. കാരണം രണ്ടാം ദിനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ രവീന്ദ്ര ജഡേജയുടെ വിക്കറ്റ് പോയതോടുകൂടി തന്നെയാണ് ഇന്ത്യൻ ഇന്നിംഗ്സ് പെട്ടെന്ന് തന്നെ അവസാനിക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഒരു സെറ്റിലായി തന്നെ 81 റൺസിന് 3 വിക്കറ്റ് നഷ്ടത്തിൽ എന്ന നിലയിലാണ് ഇന്ത്യ മൂന്നാം ദിനം കളി ആരംഭിക്കാൻ പോകുന്നത്. ഒരു മികച്ച ഇന്നിംഗ്സിൽ തന്നെ ഒരു തുടക്കം, പ്രത്യേകിച്ച് ബംഗ്ലാദേശി പേസ് ബോളർമാരുടെ മുന്നിൽ കുരുങ്ങാതെ ഇന്ത്യൻ ബാറ്റർമാർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഋഷഭ് പന്തിനും ശുഭ്മാൻ ഗില്ലിനും എത്രമാത്രം ആ പേസ് ബൗളിംഗ് അറ്റാക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് എല്ലാ ക്രിക്കറ്റ് പ്രേമികളും ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇന്ത്യ ഇന്ന് വിജയത്തിലേക്ക് എത്തുമോ എന്ന കാര്യം ഒരു അത്യാവശ്യം ഇപ്പോൾ തന്നെ കംഫർട്ടബിൾ പൊസിഷനിലാണ്. കുറച്ചുകൂടെ ലീഡ് എടുത്ത് ഡിക്ലെയർ ചെയ്ത് ബംഗ്ലാദേശിനെ ബാറ്റിങ്ങിൽ വിടാനുള്ള സാഹചര്യമാണ്. നമുക്കിപ്പോൾ ഷിരൂരിലേക്ക് ഒന്നുകൂടി പോകണം. ഷിരൂരിൽ ബൈജു തുടരുന്നുണ്ട്. അപ്പോൾ ബൈജുവിനൊപ്പം അർജുൻ്റെ കുടുംബവും ചേരുന്നുണ്ട്. എന്താണ് ബൈജു അവർക്ക് പറയാനുള്ളത്? തീർച്ചയായും രഞ്ജിത്തെ, ആ അവസാന ഘട്ട തെരച്ചിൽ നടക്കുമ്പോൾ അർജുന്റെ കുടുംബം, പ്രത്യേകിച്ച് സഹോദരി അഞ്ജു ഇവിടെ എത്തി എന്നതാണ് ഏറ്റവും പ്രധാനം. അഞ്ജു തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ഇന്ന് പുലർച്ചയോട് കൂടിയാണ് അഞ്ജു ഇവിടെ എത്തിയത്. അഞ്ജു, ഇത് അവസാന ഘട്ട തെരച്ചിലെന്നാണ് ഈ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. എങ്ങനെ കാണുന്നു ഈ തെരച്ചിൽ? കുടുംബത്തിന്റെ ആവശ്യം ഡ്രഡ്ജർ കൊണ്ടുവന്നുള്ള ഒരു തെരച്ചിലായിരുന്നു. അപ്പം ഡ്രഡ്ജർ എത്തിയിട്ടുണ്ട്. നമുക്ക് പ്രതീക്ഷയോടെ തന്നെ ഇരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. അറ്റ്ലീസ്റ്റ് ലോറിയുടെ അടുത്ത്, ക്യാബിന്റെ അടുത്തെങ്കിലും എത്തിപ്പെടാൻ പറ്റട്ടെ. ഈ ഇന്നലെ നടത്തിയ തെരച്ചിലിൽ ലോറിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്, കയർ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്ഥലത്ത് തന്നെ ഈ ലോറി ഉണ്ടാകും, അതിനകത്ത് തന്നെ അർജുൻ ഉണ്ടാകുമെന്ന് ഇപ്പോഴും അഞ്ജുവും ഉൾപ്പെടെ വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ബാക്കിയൊക്കെ ഒന്നും അറിയില്ലല്ലോ എന്താ സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ ആ വിശ്വാസത്തിൽ തന്നെയാണ് പോകുന്നത്.
പിന്നെ 10 ദിവസം തെരച്ചിലാണ് നമ്മളോട് നേരത്തെ പറഞ്ഞിരുന്നത്. അത് ഇന്നലെ അവർ വ്യക്തമാക്കിയത് 3 ദിവസം ഇപ്പോൾ തെരച്ചിൽ നടത്തുമെന്നാണ്. പിന്നീട് അത് വേണമെങ്കിൽ തുടരുമെന്ന് പറയുന്നുണ്ട്. എന്താണ് കുടുംബം ആവശ്യപ്പെടുന്നത്? ഈ ലോറി കണ്ടെത്തുന്നവരെ തെരച്ചിൽ തുടരണമെന്ന് തന്നെയാണോ? ഇത്രയും കാശ് മുടക്കിയിട്ടാണ് ഡ്രഡ്ജർ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അപ്പം അന്നും പറഞ്ഞത് 10 ദിവസത്തോളം ഉള്ള ആ ഒരു ഇതാണ്. അപ്പം 3 ദിവസത്തിന് നമ്മൾ ആരും അറിയിച്ചിട്ടും പറഞ്ഞിട്ടുമില്ല. ലോറി കണ്ടെത്തുന്നവരെ തെരച്ചിൽ നടത്തണം തന്നെയാണ് നമ്മൾ പറയുന്നത്, ആവശ്യപ്പെടുന്നത്. അഞ്ജുവിന്റെ ഹസ്ബൻഡ് ജിതിൻ ഇവിടെ ആദ്യം മുതലേ ഉണ്ട്. അഞ്ജു ആദ്യമായാണ് ശിരൂരിലേക്ക് ഇപ്പോൾ എത്തുന്നത്. എന്താണ് ഒരു മാനസിക? അല്ല, ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ എന്ത് സംഭവിച്ചാലും ആദ്യം ഓടിയെത്താനുള്ളത്, ഇപ്പം എനിക്കാണ് ഹസ്ബൻഡിനാണെങ്കിലും എന്ത് ചെറിയ കാര്യമാണെങ്കിലും ഓടിയെത്താനുള്ളത് അർജുനായിരുന്നു. അപ്പം ഡ്രഡ്ജർ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ തീരുമാനിച്ചാണ് കുടുംബം ഒന്നായിട്ട് ഇവിടെ വരണം. അവൻ അവസാനമായിട്ട് ചെലവഴിച്ച സ്ഥലത്ത് കൂടെ നമുക്കും കുറച്ച് സമയം ചെലവഴിക്കണം, ആ സ്ഥലത്ത് വന്നിരിക്കണം എന്നൊക്കെ നമ്മൾ ആദ്യം തീരുമാനിച്ചു വെച്ചതാണ്. അപ്പം പെട്ടെന്നാണ് ഡ്രഡ്ജർ വരുന്നതും കാര്യങ്ങളും. അപ്പം കുടുംബം പിന്നീട് വരും. അപ്പം ഇത്ര ദിവസമായിട്ട് ഞങ്ങൾ വന്നില്ലല്ലോ എന്ന് അവൻ വിചാരിക്കൂലേ, ആ ഒരു ഇതിൽ വന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നലത്തോണ്ടൊക്കെ ഡ്രഡ്ജർ വന്ന് തെരച്ചിൽ നടത്തി കഴിയുന്നായിരുന്നു വിചാരിച്ചത്. ഏതായാലും ഞങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ തെരച്ചിലിനെ എങ്ങനെയാണ് കാണുന്നത്? കാരണം ഇന്നലെ ഒരു അരമണിക്കൂർ മാത്രം തെരച്ചിൽ നടത്തുമ്പോൾ തന്നെ കയറും ലോഹഭാഗങ്ങളൊക്കെ കിട്ടുന്ന ഒരു സൂചന നമുക്ക് നിർണായകമായ ഒരു തെരച്ചിലാണ് ഇന്നെന്നും പറയുന്നുണ്ട്. കുടുംബം എങ്ങനെയാണ് ഇന്നത്തെ? ഞങ്ങളും ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് ലോറിന്റെ അടുത്ത് എത്തിപ്പെടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പം കാലാവസ്ഥ ഇപ്പോൾ ഇവിടെ വന്നിട്ടാണെങ്കിലും നല്ല വെയിലും പുഴയിലാണെങ്കിലും വെള്ളം നല്ല കുറവുണ്ട്. അപ്പം നമുക്ക് അനുയോജ്യമായുള്ള കാലാവസ്ഥയിൽ എത്രയും പെട്ടെന്ന് തന്നെ ലോറിയുടെ അടുത്തെത്താൻ പറ്റട്ടെ. ജിതിൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജിതിനെ കുടുംബത്തിൽ നിന്നും ആദ്യമായാണ് ഒരാളിപ്പോൾ എത്തുന്നത്. എങ്ങനെയാണ്? തീർച്ചയായിട്ടും അഞ്ജു പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് വരണം തന്നെയായിരുന്നു അവർ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഈ ഡ്രഡ്ജർ എത്തുന്നത് കൊണ്ട് ഇനി എല്ലാവരും എത്തിയാൽ പിന്നെ അവർക്കൊരു മാനസികമായിട്ടുള്ളൊരു വിഷമം ഉണ്ടാകുന്ന കരുതിയിട്ട് പിന്നെ എല്ലാവരും ഇനി ഡ്രഡ്ജിങ് കഴിഞ്ഞതിന് ശേഷം മറ്റു കുടുംബാംഗങ്ങളെല്ലാം അച്ഛൻ, അമ്മ, അർജുന്റെ വൈഫ് എല്ലാവരും ഇവിടെ എത്തിച്ചേരും. ഇന്നിപ്പം അർജുന്റെ അനിയനും എത്തുന്നുണ്ട്. അഞ്ചു, ഒരു ചോദ്യം കൂടി. ഇത് ഒരു രക്ഷാദൌത്യമല്ല, അതേസമയത്ത് അർജുൻ എന്ത് സംഭവിച്ചു അതാണ് അറിയേണ്ടത്. അത് തന്നെയാണല്ലേ നമ്മൾ അത് ഉൾക്കൊണ്ട് തന്നെയാണ് വന്നത്. ചോദ്യത്തിനുള്ള, അതായത് അറ്റ്ലീസ്റ്റ് ആ ക്യാബിന്റെ അടുത്തെത്തിയാൽ നമുക്ക് ഒരുപാട് ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും. ഇത് ലോറി കണ്ടുപിടിച്ചില്ല, ലോറിന്റെ പാർട്സുകൾ ഓരോന്നാണ് നമുക്ക് കിട്ടുന്നത്. എന്നാലും നമുക്കൊരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം രക്ഷാദൌത്യമല്ല, അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പോയതാണ്. അപ്പം ഇനി ഉള്ളത് അവിടെ എത്തിപ്പെടുക, എന്താണ് പറ്റിയത് എന്നുള്ളത് അറിയാം. അതുതന്നെയാണ് രഞ്ജിത്തെ, അവസാനമായി അർജുൻ ചെലവഴിച്ച ആ സ്ഥലം അതൊന്ന് കാണുക, അവിടെ എത്തുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ അഞ്ജു എത്തിയിരിക്കുന്നത്. സഹോദരൻ അഭിജിത്ത് കൂടി എത്തുന്നുണ്ട്. ഏതായാലും വളരെ വൈകാരികമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് ഇപ്പോൾ ശിരൂർ കടന്നു പോകുന്നത്. ഇന്നത്തെ തിരച്ചിൽ എന്തായാലും നിർണായകവുമാണ് രഞ്ജിത്ത്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും അർജുനായുള്ള തെരച്ചിൽ അല്പസമയത്തിനകം ആരംഭിക്കും. ഡ്രഡ്ജർ തയ്യാറാണ്, സജ്ജമാണ്. ഒപ്പം ഈശ്വർ മൽപ്പയുടെയും സഹായമുണ്ട്. നമുക്ക് ഒന്നുകൂടി അതെ കവിയൂർ പൊന്നമ്മയുടെ വാർത്തയിലേക്ക് ഒന്നുകൂടി പോകണം. ലിസി ഹോസ്പിറ്റലിലെ VIP ലോഞ്ചിലാണ് ഇപ്പോൾ കവിയൂർ പൊന്നമ്മയുടെ ഭൗതിക ശരീരമുള്ളത്. അവിടെ പൊതുദർശനമാണ്. ലിസി ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ, ഡോക്ടർമാർ അവർക്കൊക്കെ കാണാനുള്ള സൗകര്യമാണ്. നമുക്ക് അറിയാം, ദിവസങ്ങളായി അവരുടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അവരെ കാണാനായി ഒരുപാട് ആളുകൾ അവിടെ എത്തിയിരുന്നു. അവരെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ പൊതുദർശനം നടക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. കുടുംബാംഗങ്ങളുടെ സാന്നിധ്യവും അവിടെ കാണാം. ഡാനി ഇപ്പോൾ ഉണ്ട്. ഡാനി, വിവരങ്ങൾ, എത്ര സമയം ഇവിടെ പൊതുദർശനം ഉണ്ടാകും? എപ്പോഴാണ് ടൗൺ ഹാളിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോവുക? രഞ്ജിത്ത്, ലിസി ആശുപത്രിയിൽ നിന്നും ഏതാണ്ട് ഒരു 8:30 മണിയോടുകൂടി ഇവിടെ നിന്ന് കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുവരെയും ഏതാണ്ട് ഒരു അരമണിക്കൂർ സമയമാണ് ഇവിടെ പൊതുദർശനത്തിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവിടെ എറണാകുളം കലൂരിലുള്ള ലിസി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കവിയൂർ പൊന്നമ്മ. അവരെ ചികിത്സിച്ച ഡോക്ടർമാർ, അതോടൊപ്പം തന്നെ മറ്റ് നഴ്സുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും തന്നെ അവർക്ക് അന്തിമോപചാരം അർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി
തന്നെയാണ് ഇവിടെ ഇപ്പോൾ പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില സിനിമാ പ്രവർത്തകരും അടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും അത്തരം ഒരു നടപടികൾ പുരോഗമിക്കുകയാണ്. നടന്മാരായ സുരേഷ് കൃഷ്ണയും രവീന്ദ്രനും വിനു മോഹനും ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മി, കുക്കു പരമേശ്വരൻ തുടങ്ങിയവരെല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ ഇവിടെ അവർ സന്നിഹിതരാണ്. അതിലും പൊതുദർശനത്തിനുള്ള ചടങ്ങുകൾ, നടപടികൾ കളമശ്ശേരിയിൽ വിപുലമായ രീതിയിൽ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. കളമശ്ശേരിയിൽ 9 മണിയോടുകൂടി തന്നെ കൃത്യമായ പൊതുദർശനം അത് ക്രമീകരിച്ചിരിക്കുകയാണ്. ടൗൺ ഹാളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. 12 മണി, ചിലപ്പോൾ അത് 1 മണി വരെ നീണ്ടേക്കാമെന്നാണ് പറയുന്നത്. കാരണം പലരും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നടൻ മമ്മൂട്ടി വിദേശത്താണ്. അദ്ദേഹം ഇന്നലെ രാത്രിയോടുകൂടി കൊച്ചിയിലെത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ എല്ലാവരും കളമശ്ശേരിയിലേക്കാണ് എത്തുന്നത്. ടൗൺ ഹാളിലേക്കാണ് പൊതുദർശനത്തിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നിടത്തേക്ക് കൂടുതൽ പേരും അവിടേക്കാണ് എത്തുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ആലുവയിലേക്ക് സ്വവസതിയിലേക്ക് കൊണ്ടുപോകുന്നത്. ശ്രീപദം അവിടെയാണ് 4 മണി വരെ അവിടെ ചടങ്ങ് പൊതുദർശനമടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. 4 മണിക്കാണ് സംസ്കാര ചടങ്ങുകളടക്കം നടക്കുന്നത്. ആയാലും സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവർ ഇപ്പോൾ നമുക്ക് ഈ ആശുപത്രിയിലും അത് പ്രകടമാണ്. വളരെ കുറേയധികം പേർ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നത്. അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടെ നേരത്തെ മുതൽ തന്നെ ഇവിടേക്ക് സൗകര്യമുണ്ടാകുമോ എന്ന് അന്വേഷിച്ചു പോലും ആളുകൾ എത്തിയിരുന്നു. വലിയ സ്നേഹവും വാത്സല്യവും എല്ലാം തന്നെ ആളുകൾ അവരോട് പ്രകടിപ്പിക്കുന്നു എന്നത് തന്നെയാണ്. ഇവിടേക്ക് ഇപ്പോൾ ആശുപത്രി ജീവനക്കാരും അതോടൊപ്പം തന്നെ ഇതിന് പരിസരത്തുള്ളവരും എല്ലാവരും ഇവിടേക്ക് എത്തുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. എല്ലാവരും തന്നെ ഇവിടേക്ക് വരികയും അവരുടെ സ്നേഹവായ്പകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് കടന്നു പോവുകയും എല്ലാം തന്നെ ചെയ്യുന്നു. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. നമുക്ക് ഇന്നലെ മുതൽ തന്നെ നമ്മുടെ നടന്മാരുടെ ഒരുപാട് ആളുകളുടെ സാന്നിധ്യം അവിടെ കാണാം. വൈകിട്ട് എപ്പോഴാണ് സംസ്കാര ചടങ്ങുകളുടെ കാര്യങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്? പൊതുദർശനം വൈകുകയാണെങ്കിൽ സംസ്കാരത്തിനുള്ള കാര്യങ്ങളുമൊക്കെ വൈകുമല്ലോ, അല്ലേ ഡാനി? ഒരുപക്ഷെ അത് സംസ്കാര ചടങ്ങുകൾ അത് ഒരുപക്ഷെ ഒരു നീണ്ടേക്കാമെന്നൊരു സൂചനയുണ്ട്. കാരണം വലിയ രീതിയിലേക്ക് തന്നെ ഇപ്പോൾ നമുക്ക് ഈ ആശുപത്രിയിലേക്ക് തന്നെയും നിരവധി പേർ ഇവിടേക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നു എന്നത് തന്നെ അതൊരു സൂചനയാണ്. കാരണം പൊതുദർശനം പൂർണ്ണമായും ക്രമീകരിച്ചിരിക്കുന്ന കളമശ്ശേരിയിലടക്കം വലിയൊരു ജനാവലി എത്തിച്ചേരാനുള്ളൊരു സാധ്യത തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് കൂടുതൽ പേർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ളൊരു സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് ഇവർ അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും തന്നെ സിനിമാ പ്രവർത്തകർ എല്ലാവരും വിവിധ സംഘടനകളെ പ്രതികരിച്ചും അല്ലാതെയും തന്നെ എല്ലാവരും ഇവിടെ സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കൃത്യമായി കൊണ്ടുപോകാൻ ആശുപത്രിയിൽ നിന്ന് കൃത്യമായിട്ട് തന്നെ ഭൗതിക ശരീരം അവിടെ നിന്ന് 8:30 മണിയോടുകൂടി പുറപ്പെടാമെന്ന് തന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പൈലറ്റ് വാഹനം, ആംബുലൻസും എല്ലാം തന്നെ തയ്യാറായിട്ടുണ്ട്. അവിടെ കളമശ്ശേരിയിലേക്ക് എത്തിക്കുക, കൂടുതൽ സമയം കളമശ്ശേരിയിൽ ആയിരിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് പൊതുദർശനം എന്നത്. അവിടേക്ക് കൂടുതൽ പേർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുക. അതാണ് നേരത്തെ 12 മണി എന്ന് നിശ്ചയിച്ചിരുന്നത്. ഒരുപക്ഷെ കുറച്ച് സമയം കൂടി നീണ്ടു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതെല്ലാവരും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതിനുശേഷമാണ് വീട്ടിലേക്ക് പോകുക. അപ്പോൾ സ്വാഭാവികമായും അത്തരമൊരു ചടങ്ങുകളിൽ വൈകിട്ട് ക്രമീകരിച്ചിരിക്കുന്ന സംസ്കാര ചടങ്ങുകളിൽ ഒരല്പം സമയം മാറിയേക്കാം എന്നതേ ഉള്ളൂ. എന്തായാലും ആ രീതിയിൽ തന്നെ പരമാവധി ആ ഒരു സമയത്ത് തന്നെ പൂർത്തിയാക്കാമെന്നത് തന്നെ ഉദ്ദേശിക്കുന്നു. പക്ഷേ കളമശ്ശേരിയിലെ ഒരു തിരക്ക് എങ്ങനെയായിരിക്കും, കൂടുതൽ പേർ അവിടേക്ക് എത്തിച്ചേരാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് അതുകൂടി കണക്കിലെടുത്തായിരിക്കും ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കുന്നു. 9 മണി മുതൽ 9-9:30 മണിയെങ്കിലും ആകും കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോകാൻ. നമുക്കിനി നമ്മുടെ ഒരു സ്പെഷ്യൽ സെഗ്മെന്റ്, അതായത് നമ്മുടെ പ്രേക്ഷകർക്ക് അവരുടെ വിശേഷ ദിവസങ്ങൾ, വിശേഷ അവസരങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു സമയം കൂടിയാണ്. അബുദാബിയിൽ താമസിക്കുന്ന മലപ്പുറം കൊണ്ടോട്ടി സ്വദേശികളായ സക്കീർ ഹുസൈൻ, ബിൻസിയ ദമ്പതികളുടെ മകൻ ഐദിൻ ആദമിന്റെ 2nd ബർത്ത്ഡേ ആണ്. ഐദിൻ ആദമിന് എല്ലാ പിറന്നാൾ ആശംസകളും നേരുന്നു. സുന്ദരൻ കുട്ടനാണ്, മിടുക്കനാണ്. ഇതിന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അല്ലേ സൂമിൽ ലഭിക്കുമെന്ന്. പക്ഷെ ഇതിന് രാവിലെ ഉണർന്നൊക്കെ വരാനുള്ള സമയമായിട്ടേ ഉള്ളൂ. സമയം നേരത്തെയാണ്. ഇപ്പോൾ ഉണർത്തി നമ്മളെ സൂമിൽ കൊണ്ടിരുത്തിയാൽ അവൻ്റെ ശരിക്കുള്ള സ്വഭാവം കാണാം അല്ലേ. നമ്മൾ തൽക്കാലം നമുക്ക് ആശംസ കൊടുത്ത് അവസാനിപ്പിക്കാം. മലപ്പുറം വട്ടക്കുളം സ്വദേശി മൻസൂറിൻ്റെ ജന്മദിനമാണ് ഇന്ന്. മൻസൂറിന് എല്ലാവിധ ആരോഗ്യ സൗഖ്യവും ആശംസകളും. ഹാപ്പി ബർത്ത്ഡേ. തൃശ്ശൂർ സ്വദേശി അദീഷ് കെ ശ്രീജിത്തിൻ്റെ ജന്മദിനമാണ് ഇന്ന്. അദീഷ് കെ ശ്രീജിത്തിനും ന്യൂസ് 18 വക എല്ലാ ആശംസകളും നേരുന്നു.
ഇന്ന് നിരവധി പേരുടെ ബർത്ത്ഡേ അല്ലേ, നമുക്ക് ഒരുപാട് പേരുണ്ട്. മലപ്പുറം പടിക്കൽ സ്വദേശിനി മാലതിയുടെ ജന്മദിനമാണിന്ന്. മാലതിയും ന്യൂസ് 18ന്റെ സ്ഥിരം പ്രേക്ഷകയാണ്. മാലതിക്കും ജന്മദിനാശംസകൾ. തിരുവനന്തപുരം കവടിയാർ സ്വദേശിനി കാർത്തിക എസ് നായരുടെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. അന്ന് ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. അഭിജിത്ത് ഡെഡിക്കേറ്റ് ചെയ്യുന്ന സർപ്രൈസ് വിഷ് കൂടിയാണ് ഇത്. അപ്പോൾ ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് കാർത്തിക. എല്ലാ ആശംസകളും. അപ്പോൾ നമ്മുടെ ഇത്തരത്തിൽ നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ന്യൂസ് 18നൊപ്പം പങ്കുവെക്കാം. അതിനുള്ള ഫോർമാറ്റാണിത്. സ്പെഷ്യൽ ഡേ, പേര്, ഡേറ്റ്, ഫോൺ നമ്പർ വാട്സപ്പ് ചെയ്യേണ്ടത് 9346975748. അപ്പോൾ ഇതോടെ മോർണിംഗ് വൈബ്സ് പൂർത്തിയാക്കാനുള്ള സമയമായി. എല്ലാ പ്രേക്ഷകർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഓണത്തിന്റെ അവധിയൊക്കെ കഴിയാറായി അല്ലേ? ഇനിയിപ്പം മറ്റന്നാൾ മുതൽ തുടങ്ങാറായി. അതെ, തീർച്ചയായും. അപ്പോൾ എല്ലാ ആശംസകളും, ഒരു നല്ല ദിവസം കൂടി ആശംസിക്കുന്നു. നമസ്കാരം. ഇപ്പോൾ